ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് സ്പെറിക്കൽ ഷെൽ മെത്തേഡ് ആണ്, റേഡിയൽ ഫ്ലോ ഹീറ്റ്. അപ്പോൾ നമ്മൾ ലീസ്റ്റ് ഡിസ്ക് മെത്തേഡിൽ അവിടെ ചെയ്തതെന്ന് വെച്ച് കഴിഞ്ഞാൽ അവിടെ നമ്മൾ എന്ത് ചെയ്തു, ആ രണ്ട് ഡിസ്ക് വെച്ചതിന് ശേഷം ഡിസ്കിന്റെ ഇൻബിറ്റ്വീനായിട്ട് ഒരു കാർഡ്ബോർഡ് പീസ് വെക്കും. അപ്പോൾ കാർഡ്ബോർഡ് എന്ന് വെച്ചാൽ എന്താണ്, ഇൻസുലേറ്റർ ആണ്. അപ്പോൾ ഇൻസുലേറ്ററിൽ കൂടിയുള്ള ഹീറ്റ് കണ്ടക്ഷന്റെ മെഷർമെന്റ് എടുക്കാൻ വേണ്ടി നമ്മൾ എന്ത് ചെയ്യുന്നത്, ലീസ്റ്റ് ഡിസ്ക് മെത്തേഡ് യൂസ് ചെയ്യുന്നത്. അപ്പോൾ ഇവിടെ നമ്മൾ യൂസ് ചെയ്യുന്ന മെത്തേഡ് സ്പെറിക്കൽ ഷെൽ മെത്തേഡ് ആയിരിക്കും. അപ്പോൾ ഈ സ്പെറിക്കൽ ഷെൽ മെത്തേഡ് മീൻസ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവിടെ നമ്മൾ സ്പെറിക്കൽ ഷെൽ മീൻസ് രണ്ട് ഷെൽ എടുക്കും, രണ്ട് സ്പെറിക്കൽ ഷെൽ എടുക്കുക, അല്ലെങ്കിൽ സ്പെറിക്കൽ സെമി സ്പെറിക്കൽ ഷെൽ എടുക്കും. അപ്പൊ ഇതിന്റെ ഇൻ ബിറ്റ്വീൻ ആയിട്ട് നമ്മൾ എന്ത് ചെയ്യും, ഒരു സ്പെസിമെൻ പ്ലേസ് ചെയ്ത് കൊടുക്കും. ഇതിന്റെ ഇൻ ബിറ്റ്വീൻ ആയിട്ട് നമ്മൾ ഒരു സ്പെസിമെൻ പ്ലേസ് ചെയ്ത് കൊടുക്കും. അതിനുശേഷം അവിടെ കൂടി നമ്മൾ എന്ത് ചെയ്യുന്നുണ്ട്, അതിന്റെ ടെമ്പറേച്ചർ വേരി ചെയ്തുകൊണ്ടായിരിക്കും എന്ത് ചെയ്യുന്നത്, സ്റ്റഡീസ് നടത്തുന്നത്. അപ്പൊ അതുവഴി നമുക്ക് എന്ത് ചെയ്യാം, ഈ ഒരു സ്പെറിക്കൽ ഷെല്ലിൽ കൂടി എങ്ങനെയാണ് ഒരു ഹീറ്റ് ഫ്ലോ ചെയ്യുന്ന സമയത്ത് എന്തൊക്കെ വേരിയേഷൻ ഉണ്ടാവും, അല്ലെങ്കിൽ എന്തായിരിക്കും അതിന്റെ ഹീറ്റിന്റെ എനർജി എന്ന് പറയുന്നത്, അല്ലെങ്കിൽ ക്യൂവിന്റെ വാല്യൂ നമുക്ക് എന്ത് കിട്ടും, അതൊക്കെ ആയിട്ട് നമ്മൾ എന്ത് ചെയ്യുന്നത്, കെയുടെ വാല്യൂ ആയിരിക്കും നമ്മൾ കോമൺലി അവിടെ ഡിറ്റർമിൻ ചെയ്യുന്നത്. ക്യൂവിന്റെ വാല്യൂ വെച്ചുകൊണ്ട് തെർമൽ കണ്ടക്ടിവിറ്റി നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഡിറ്റർമിൻ ചെയ്യാൻ പറ്റും. ഓക്കെ, ഫസ്റ്റ് നമ്മൾ നോക്കുന്നത് സ്പെറിക്കൽ ഷെൽ മെത്തേഡ് ആണ്. അപ്പോൾ അതിന്റെ ഡയഗ്രാം വന്നിട്ട് ഇതാണ്. ഇതിപ്പോൾ നമ്മൾ എടുക്കുന്ന ഒരു സ്പെറിക്കൽ ഷെല്ലാണ് ഈ കാണിച്ചിരിക്കുന്നത്. അപ്പോൾ ഈ ഒരു സ്പെറിക്കൽ ഷെല്ലിൽ R എന്ന് പറയുന്ന റേഡിയസ് ഉണ്ട്. ഇതിൽ ഫസ്റ്റ് കാണിച്ചിരിക്കുന്ന ടെക്സ്റ്റിൽ കൊടുത്തിട്ടുള്ളത്, ഞാൻ ഫോളോ ചെയ്യുന്ന ടെക്സ്റ്റ് ഹീറ്റ് ആൻഡ് തെർമോഡൈനാമിക്സ് ബൈ ഡോക്ടർ വിവേകാനന്ദ, ആ ഒരു ടെക്സ്റ്റ് ആണ് ഫോളോ ചെയ്യുന്നത്. അപ്പോൾ നോട്ട്സ് ഡ്രൈവിൽ കിട്ടും, നോട്ട്സ്. ഓക്കെ, ആ ഒരു വെബ്സൈറ്റിനകത്ത് കിട്ടും. 2 ദിവസത്തിനകത്ത് തന്നെ അപ്ലോഡ് ചെയ്യാം, നോട്ട് രണ്ടും ക്ലിയർ ചെയ്ത് അയച്ചിരിക്കാം. ഈ ഒരു ടെക്സ്റ്റ് ആയിരിക്കും നമ്മൾ ഫോളോ ചെയ്ത് പോകുന്നത്. അപ്പോൾ ഇത് നമുക്ക് റേഡിയൽ ഫ്ലോ ഓഫ് ഹീറ്റ് ആണ് ഫസ്റ്റ് നമുക്ക് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ ഇതിനായിട്ട് എന്ത് ചെയ്യാം, ഇവിടുത്തെ കണ്ടീഷൻസ് ഒക്കെ പറഞ്ഞുതരാം. അപ്പോൾ നമ്മൾ ടെക്സ്റ്റിന്റെ ബേസ് ചെയ്ത് പറഞ്ഞു കഴിഞ്ഞാൽ, that is consider two thin spherical shell A and B having the radii R1 and R2. അപ്പോൾ നമ്മൾ സ്പെറിക്കൽ ഷെൽ എടുക്കുകയാണ്. അപ്പോൾ സ്പെറിക്കൽ ഷെല്ലിന്റെ റേഡി എത്രയാണ്, R1 R2 ആണ്. നെക്സ്റ്റ്, അപ്പോൾ ഈ ഷെല്ലിന്റെ ഇൻ ബിറ്റ്വീൻ ആയിട്ടുണ്ടെങ്കിൽ നമ്മൾ എന്ത് ചെയ്യുന്നത്, അവിടെ ഒരു സ്പെസിമെൻ ഏതിന്റെയാണോ വാല്യൂ കണ്ടുപിടിക്കേണ്ടത്. സ്പെസിമെൻ മീൻസ് നമ്മളിപ്പോൾ കാർഡ്ബോർഡ് ആണെങ്കിൽ കാർഡ്ബോർഡ് വെക്കുക, റബ്ബർ ആണെങ്കിൽ റബ്ബർ ഷീറ്റ് വെക്കുക, എന്തിന്റെയാണോ നമുക്ക് ടെമ്പറേച്ചർ തെർമൽ കണ്ടക്ടിവിറ്റി കണ്ടുപിടിക്കേണ്ടത്, കെയുടെ വാല്യൂ ഡിറ്റർമിൻ ചെയ്യേണ്ടത്, ഈ ഒരു സ്പെസിമെൻ എന്ത് ചെയ്യുക, അതിന്റെ ഇൻ ബിറ്റ്വീൻ ആയിട്ട് പ്ലേസ് ചെയ്യുക. എന്നിട്ട് എന്ത് ചെയ്യണം, ഈ ഷെല്ലിന്റെ സെൻട്രലായിട്ട് നമ്മൾ അവിടെ ഒരു ഹീറ്റിംഗ് എലമെന്റ് കൂടി വെച്ച് കൊടുക്കും. ഈ ഹീറ്റിംഗ് എലമെന്റ് വെക്കുന്നതെന്ന് വെച്ചാൽ നമ്മൾ ലീസ്റ്റ് ഡിസ്കിന്റെ ആ ഒരു ക്ലാസ് കണ്ടാൽ മനസ്സിലാവും. അവിടെ നമ്മൾ ഹീറ്റിംഗ് എലമെന്റ് ആയിട്ട് ഒരു സ്റ്റീം ചേമ്പർ വെക്കും. ഇതിപ്പോ ഇത് വേറൊരു എക്സ്പെരിമെന്റ് ആണ്, അടുത്ത് പഠിക്കുകയാണ്. തെർമൽ കണ്ടക്ടിവിറ്റി ഓഫ് റബ്ബറിനെ കണ്ടുപിടിക്കാൻ വേണ്ടിയുള്ള എക്സ്പെരിമെന്റ് ആണ്. അപ്പോൾ ഇതാണ് നമ്മുടെ ഹീറ്റിംഗ് എലമെന്റ് എന്ന് പറയുന്നത്, ഒരു ഹീറ്റിംഗ് ചേമ്പർ ആണ്. അപ്പോൾ ഇതിന്റെ ഇടയിൽ നമുക്ക് ബർണർ വെച്ച് കത്തിച്ച് കഴിഞ്ഞാൽ എന്ത് ചെയ്യാൻ പറ്റും, ഇതിൽ നമ്മൾ വാട്ടർ ആഡ് ചെയ്ത് കൊടുക്കും. അതിനുശേഷം നമുക്ക് ഇതിന്റെ ടെമ്പറേച്ചർ കൂട്ടാൻ പറ്റും, അല്ലെങ്കിൽ ആ സ്റ്റീം ജനറേറ്റ് ചെയ്യാൻ പറ്റും. ഈ ഒരു സ്റ്റീം ജനറേറ്റ് ചെയ്തിട്ട് എന്ത് ചെയ്യും, അത് അവിടുത്തെ സ്പെറിക്കൽ ഷെല്ലിനെ ഹീറ്റ് ചെയ്യിപ്പിക്കുകയും ആ ഹീറ്റിന്റെ ട്രാൻസ്ഫർ വഴി നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ടെമ്പറേച്ചറിന്റെ വാല്യൂസ് ഡിറ്റർമിൻ ചെയ്യാൻ പറ്റും. ഓക്കെ, അപ്പോൾ ഇതാണ് അതിന്റെ കാര്യങ്ങൾ. ദാറ്റ് ഈസ് റേഡിയസ് R1 R2 ആയിരിക്കും. ഓക്കെ, അപ്പൊ ഇവിടെ നമുക്ക് ഈ ബി എന്ന് പറഞ്ഞിട്ടുള്ള ഈ ഒരു റേഡിയസ് ആണ് R2 എന്ന് പറയുന്ന റേഡിയസ്, അതായത് ടോട്ടൽ റേഡിയസ്, ആ ഒരു ഇന്നർ ഔട്ടർ റേഡിയസ് ആണ്. അപ്പൊ ഷെൽ എന്ന് പറഞ്ഞല്ലോ, ഷെൽ എന്ന് പറയുമ്പോൾ നിങ്ങൾ ആ ഒരു S1 സ്പെറിക്കൽ ഷെല്ലിന്റെ മൊമെന്റ് ഓഫ് ഇനർഷ്യ ഡിറ്റർമിൻ ചെയ്ത് സ്പെറിക്കൽ ഷെൽ ഇവിടെ പഠിച്ചാണ്. അപ്പൊ സ്പെറിക്കൽ ഷെല്ലിനെ കുറിച്ച് അറിയാം. എന്താണ്, നമ്മളിപ്പോൾ ഒരു ബോൾ കട്ട് ചെയ്ത്, ടെന്നീസ് ബോൾ എന്തെങ്കിലും ബോൾ കട്ട് ചെയ്ത് കഴിഞ്ഞാൽ അത് നമ്മുടെ ചിരട്ട, തേങ്ങ പൊട്ടിക്കുമ്പോൾ കിട്ടുന്ന ചിരട്ട, ആ ഒരു തേങ്ങ പൊട്ടിക്കുമ്പോൾ കിട്ടുന്ന ആ ഒരു ഭാഗം, രണ്ട് ഭാഗം, അത് ശരിക്കും ഷെല്ലാണ്, പവർ ഷെല്ലാണ് നമ്മൾ പറയുന്നത്. അപ്പൊ ആ ഒരു ഭാഗം മനസ്സിലാക്കിയാൽ മനസ്സിലാവും. അകത്ത് ഇന്നർ റേഡിയസും കാണും, ഔട്ടർ റേഡിയസും കാണും, രണ്ട് റേഡിയസ് കാണാൻ ഒരു തിക്നെസ് വരുന്നുണ്ട്. അപ്പൊ അതേപോലെ എന്ത് ചെയ്യുന്നത്, ഇവിടെയും ഒരു സ്പെറിക്കൽ ഷെൽ എന്ന് പറഞ്ഞിട്ട് വരുന്നത്. ഇത് R2, ഇത് R1 റേഡിയസ് ആണ്. R1 റേഡിയസ് ഇന്നർ റേഡിയസും R2 റേഡിയസ് എന്തായിരിക്കും, അതിന്റെ ഔട്ടർ റേഡിയസും ആയിരിക്കും. ഓക്കെ, അപ്പൊ ഇതാണ് രണ്ട് റേഡിയസിന്റെ കേസ് എന്ന് പറയുന്നത്. നെക്സ്റ്റ്, ഇവിടെ ഇതിൽ ഈ R1 ഇവിടെയാണ് കേട്ടോ വരുന്നത്. R1 ഇതാണ് R1 ഇന്നർ റേഡിയസ്. ഇത് ആ തിക്നെസ്സിനെ വെച്ച് പറയാൻ വേണ്ടിയിട്ടുള്ള റേഡിയസ് നമുക്ക് R എന്ന് എടുക്കാം. ഈ R എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ സെന്റർ മുതൽ ഈ ഒരു തിക്നെസ് നമ്മൾ കൺസിഡർ ചെയ്യുള്ളൂ. DR എന്ന് പറയുന്ന ഡിസ്റ്റൻസ് ഇവിടെ കൺസിഡർ ചെയ്യും. അപ്പൊ ആ ഒരു ഡിസ്റ്റൻസുമായി ബന്ധപ്പെട്ട് വരുന്ന തിക്നെസ് ആണ് ഇത് ഇവിടെ ഈ R എന്ന് പറയുന്നത്, ആ ഒരു റേഡിയസ്. മറ്റാണ് ഇന്നർ റേഡിയസ്, ഔട്ടർ റേഡിയസ്. അപ്പൊ ഇത്രയാണ് നമുക്ക് ഇവിടെ ആവശ്യം. പിന്നെ ഇതിന്റെ ടെമ്പറേച്ചർ വേരിയേഷൻ ഉണ്ട്. നമ്മൾ ഇതിനകത്ത് പഠിക്കുന്ന മൊത്തം നമ്മുടെ തെർമൽ ഫിസിക്സ് എന്ന പേപ്പറിനകത്ത് മൊത്തത്തിൽ പഠിക്കുന്ന നമ്മുടെ ടെമ്പറേച്ചറിനെ കുറിച്ചും എൻട്രോപ്പി, തെർമോഡൈനാമിക്സ്, ഇതിനെ കുറിച്ച് കാര്യങ്ങളാണ്, ഹീറ്റും അതിനെ കുറിച്ച് എന്ത് ചെയ്യുന്ന സ്റ്റഡീസ് ചെയ്യുന്നത്. അപ്പൊ ഇവിടെ ഇനി നോക്കുക, ഇവിടെ പറഞ്ഞല്ലോ, ഇമാജിൻ എ ഷെൽ ഓഫ് റേഡിയസ് R ആൻഡ് തിക്നെസ് D are having the temperature theta and theta plus d theta on the inner and outer surface of the shell. അതായത് ഈ ഷെല്ലിനകത്തുള്ള ടെമ്പറേച്ചർ, ഇപ്പോൾ ഈ ഷെല്ലിനകത്തുള്ള ടെമ്പറേച്ചർ നമുക്ക് എന്തെടുക്കാം, തീറ്റ എന്ന് പറഞ്ഞെടുക്കാം. ഷെല്ലിന്റെ പുറത്തുള്ള ഒരു ടെമ്പറേച്ചർ, അല്ലെങ്കിൽ നമ്മളിവിടെ ഇടയ്ക്ക് എന്ത് ചെയ്യുന്നു, ആ ഒരു തിക്നെസ്, DX തിക്നെസ്, ഒരു സ്മോൾ പോർഷൻ നമ്മൾ എന്ത് ചെയ്യുവാണ്, ഇവിടെ കൺസിഡർ ചെയ്യുവാണ്. അതാണ് ഈ ഒരു ലൈൻ കൊണ്ട് റെപ്രസെന്റ് ചെയ്യുന്നത്. കണ്ടോ, ഈ ഒരു കളേർഡ് ഫിഗർ എന്ന് പറയുന്നത് എന്തായിരിക്കും, ഇത് അതിന്റെ ആ ഒരു തിക്നെസ് ആണ് കാണിക്കുന്നത്, ഒരു സ്മോൾ തിക്നെസ്. നമ്മൾ സാധാരണ മൊമെന്റ് ഓഫ് ഇനർഷ്യ ഡിറ്റർമിൻ ചെയ്യാൻ സമയത്ത് ഇതുപോലത്തെ എന്ത് ചെയ്തു, ആ ഒരു സ്മോൾ തിക്നെസ് കൺസിഡർ ചെയ്തു. അതിനുശേഷം നമ്മൾ എന്ത് ചെയ്യുന്നത്, അവിടെ മൊത്തത്തിൽ എന്ത് ചെയ്തത്, അതിന്റെ വേരിയേഷനെ കുറിച്ച് സ്റ്റഡി ചെയ്തത്. അപ്പൊ അതേപോലെ നമ്മൾ എന്ത് ചെയ്തു, ഇവിടെ ഒരു സ്മോൾ തിക്നെസ് എന്ത് ചെയ്യാണ്,
കൺസിഡർ ചെയ്യുവാണ്. അപ്പോൾ ഈ ഒരു തിക്നെസ്സിന്റെ ബേസ് ചെയ്തിട്ട് തിക്നെസ്സിന്റെ അകത്തുള്ള സ്ഥലത്ത് ഈ തിക്നെസ് നമ്മളിവിടെ എടുത്തല്ലോ, ചെറിയൊരു ഏരിയ കൺസിഡർ ചെയ്തു. ഈ ഏരിയക്ക് അകത്തുള്ള ടെമ്പറേച്ചർ എത്രയാണ്? അത് അവിടെ തീറ്റയാണ്. ഇതിന്റെ പുറത്തുള്ള ടെമ്പറേച്ചർ തീറ്റ പ്ലസ് ഡി തീറ്റയാണ്. അപ്പോൾ ഇതാണ് എന്താ അവിടുത്തെ രണ്ട് ടെമ്പറേച്ചർ എന്ന് പറയുന്നത്. ഇനി നോക്കുക, ഇവിടെ നമുക്ക് ഈ ഷെല്ലിൽ കൂടി എന്ത് ചെയ്യണം, നമ്മൾ ഹീറ്റ് കണ്ടക്ഷൻ നടത്തുവാണ്. അപ്പോൾ നമ്മൾ ലീസ് ഡിസ്ക് ചെയ്ത പോലെ തന്നെ അവിടെ എന്ത് ചെയ്യുന്നുണ്ട്, ഇവിടെ നമ്മൾ ഹീറ്റ് കണ്ടക്ഷൻ നടത്തുവാണ്. അപ്പോൾ ഹീറ്റ് കണ്ടക്ഷൻ നടത്തുമ്പോൾ എന്ത് ചെയ്യാൻ പറ്റും, ഹീറ്റ് കണ്ടക്ഷൻ നടത്തുമ്പോൾ അവിടെ ടെമ്പറേച്ചറിൽ എന്ത് ചെയ്യാം, വേരിയേഷൻസ് ഉണ്ടാവാൻ പറ്റും. അപ്പോൾ അവിടെ നമുക്ക് ഹീറ്റ് കണ്ടക്ഷന്റെ ഇക്വേഷൻ, ദാറ്റ് ഈസ് ക്യൂവിന്റെ ഇക്വേഷൻ എന്താണ്, ദാറ്റ് ഈസ് ക്വാണ്ടിറ്റി ഓഫ് ഹീറ്റ് ക്യൂ വിച്ച് ഈസ് ഈക്വൽ ടു മൈനസ് കെ ഇൻറ്റു ഡി തീറ്റ ബൈ ഡി ആർ. അപ്പൊ ഈ ഒരു ഇക്വേഷൻ വെച്ച് നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് എന്ത് കിട്ടും, എത്രത്തോളം ഹീറ്റ് ആണ് ഒരു പെർ സെക്കൻഡിൽ എന്ത് ചെയ്യുന്നത് ആ ഒരു ഷെല്ലിലോട്ട് കണ്ടക്ട് ചെയ്യുന്ന അറിയാൻ പറ്റും. അപ്പോൾ ടെമ്പറേച്ചർ വേരിയേഷൻ ഉണ്ട്. ടെമ്പറേച്ചർ വേരിയേഷൻ എന്താ, ആ ഹീറ്റ് അതിനകത്ത് നമുക്ക് ഒന്നുകിൽ അകത്തോട്ട് പോകാം അല്ലെങ്കിൽ പുറത്തോട്ട് വരാം. അപ്പോൾ ടെമ്പറേച്ചറിൽ എന്തുണ്ട്, വേരിയേഷൻ ഉണ്ട്. അപ്പോൾ അത് കാണിക്കുന്ന അല്ലെങ്കിൽ ആ ഒരു ഹീറ്റ് എത്രത്തോളം പോകുന്നു എന്നുള്ള ഡിറ്റർമിനേഷൻ കാണിക്കുന്നത് എന്താണ്, അത് അവിടെ ഈ ക്യൂവിന്റെ വാല്യൂ ആണ്. ക്യൂ ഇസ് ഈക്വൽ ടു മൈനസ് കെ ഇൻറ്റു ഡി തീറ്റ ബൈ ഡി ആർ എന്ന് കിട്ടും. അപ്പൊ ഇവിടെ ഈ എ എന്ന് പറയുന്നത് എന്തായിരിക്കും, ഇത് നമ്മളിപ്പോ ഏത് ഷേപ്പ് ആണ് എടുക്കുന്നത് ആ ഒരു ഷേപ്പിന്റെ ഏരിയ ആണ് ഈ എ എന്ന് റെപ്രസെന്റ് ചെയ്യുന്നത്. ഇപ്പൊ ഇതൊരു സ്പെറിക്കൽ ഷെൽ ആണെങ്കിൽ സ്പെറിക്കൽ ഷെല്ലിന്റെ ഏരിയ എന്തായിരിക്കും, എ ഇസ് ഈക്വൽ ടു 4 പൈ ഇൻറ്റു ആർ സ്ക്വയർ ആയിരിക്കും എന്ത് ഇതിന്റെ ഏരിയ എന്ന് പറയുന്നത്. ഇതിപ്പോ എന്താണ്, നമ്മുടെ ഈ സ്പെറിക്കൽ ഷെല്ലിന്റെ ഏരിയ ആണ്. അപ്പൊ നമുക്ക് എന്ത് ചെയ്യാം, ഈ ഒരു ഇക്വേഷനിലോട്ട് ഇതിനൊന്ന് സബ്സ്റ്റിറ്റ്യൂട്ട് കൊടുക്കാം. ദാറ്റ് ഈസ് ക്യൂ ഈസ് ഈക്വൽ ടു മൈനസ് കെ ഇൻറ്റു 4 പൈ ആർ സ്ക്വയർ ഇൻറ്റു ഡി തീറ്റ ബൈ ഡി ആർ. ഓക്കെ, അപ്പൊ ഈ ഒരു വാല്യൂ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, അവിടെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാൻ പറ്റും. നമ്മൾ പ്രത്യേകിച്ച് വേറെ ഒന്നും ചെയ്തിട്ടില്ല, ജസ്റ്റ് എന്ത് ചെയ്തു, നമുക്ക് നേരത്തെ ഡെറിവേഷൻ വഴി നമ്മൾ കണ്ടുപിടിച്ചൊരു ഇക്വേഷൻ ആണ് ഈ ക്യൂവിന്റെ ഇക്വേഷൻ. അപ്പൊ ക്യൂവിന്റെ ഇക്വേഷൻ വെച്ചുകൊണ്ട് നമ്മൾ കുറച്ച് പ്രോബ്ലംസ് ഒക്കെ ഡിസ്കസ് ചെയ്തു. കഴിഞ്ഞ ക്ലാസ്സിൽ കുറച്ച് പ്രോബ്ലംസ് ഒക്കെ ഡിസ്കസ് ചെയ്തിരുന്നു. അപ്പൊ ക്യൂവിന്റെ ഇത് വെച്ച് നമ്മൾ കണ്ടുപിടിച്ചൊരു റിലേഷൻ ആണ് ക്യൂ ഈസ് ഈക്വൽ ടു എന്താണ്, ദാറ്റ് ഈസ് കെ എ ഇൻറ്റു ഡി തീറ്റ ബൈ ഡി ആർ എന്ന് പറയുന്നത്. അപ്പൊ ആ ഒരു റിലേഷൻ വെച്ചുകൊണ്ട് നമ്മൾ എന്ത് ചെയ്ത് ഇപ്പൊ ഈ ഒരു ഇക്വേഷൻ ഇവിടെ ഫോം ചെയ്തത്. അപ്പൊ അത് വെച്ചുകൊണ്ട് കിട്ടിയ ഇക്വേഷൻ ആണ് ദാറ്റ് ഈസ് ക്യൂ ഇൻറ്റു കെ ക്യൂ ഇസ് ഈക്വൽ ടു കെ ഇൻറ്റു 4 പൈ ആർ സ്ക്വയർ ഇൻറ്റു ഡി തീറ്റ ബൈ ഡി ആർ എന്ന് പറയുന്നത്. ജസ്റ്റ് ആ ഒരു ഏരിയയുടെ ഇക്വേഷൻ കൊടുത്തു. അപ്പൊ ഷേപ്പിനനുസരിച്ച് എന്ത് ചെയ്യാം, ആ ഏരിയയുടെ ഇക്വേഷൻ മാറും. കാരണം ഇത് നമ്മൾ ഇപ്പോൾ പഠിച്ചത് ഇതെന്ന് വെച്ചാൽ എന്താണ്, സ്പെറിക്കൽ ഷേപ്പ് ആണ്. ഇനി നമ്മൾ റേഡിയൽ സിലിണ്ടറിക്കൽ ഫ്ലോ ഇവിടെ പഠിക്കും. അപ്പോൾ സിലിണ്ടറിക്കൽ ഫ്ലോയും ഈ സ്പെറിക്കൽ ഫ്ലോയും ശരിക്കും വരുന്നത് എന്തിലാണ്, അത് റേഡിയൽ ഫ്ലോയുടെ എക്സാമ്പിൾസ് ആയിട്ടാണ് വരുന്നത്. അപ്പൊ ഇതെന്ന് വെച്ചാൽ സിലിണ്ടറിക്കൽ ഫ്ലോ ആണ് നമുക്ക് നെക്സ്റ്റ് നോക്കേണ്ടത്. അപ്പോൾ സിലിണ്ടറിക്കൽ ഫ്ലോയിൽ നമുക്ക് എന്ത് ചെയ്യാം, അവിടെ ഈ ഏരിയയുടെ ഇക്വേഷനിൽ അവിടെ എന്ത് ചെയ്യാം, വേരിയേഷൻസ് വരും. അപ്പൊ ഇവിടെ നമ്മൾ എന്ത് ചെയ്തു, ഡി ആർ എന്ന് പറയുന്ന ഒരു ചെറിയ ഏരിയ കൺസിഡർ ചെയ്തിട്ട് അവിടുത്തെ ഹീറ്റിന്റെ കാര്യം നമ്മൾ ഇവിടെ പറഞ്ഞു. അപ്പൊ ഇനി എന്ത് ചെയ്യാൻ പറ്റും, നമുക്ക് ഈ ഡി ആറിനെയും ആറിനെയും എന്ത് ചെയ്യാം, ഒന്ന് ലെഫ്റ്റ് സൈഡിലോട്ട് കൊണ്ടുവരാം. നമുക്ക് ഇനി സോൾവ് ചെയ്തിട്ട് ഇവിടെ എന്ത് ചെയ്യണം, കെയുടെ ഇക്വേഷൻ, കെ ആണ് തെർമൽ കണ്ടക്ടിവിറ്റി എന്ന് പറയുന്നത്. കെയുടെ ഇക്വേഷൻ ആണ് എന്ത് ചെയ്യേണ്ടത്, നമുക്ക് അവിടെ കണ്ടുപിടിക്കേണ്ടത്. അപ്പോൾ ഒരു സ്പെറിക്കൽ ഷെല്ലിൽ വെച്ചതിന് ശേഷം അതിന്റെ ഇടയ്ക്ക് നമ്മൾ സ്പെസിമെൻ വെക്കുന്നു പറഞ്ഞല്ലോ. അപ്പൊ ആ സ്പെസിമെന്റെ എന്ത് ചെയ്യണം, തെർമൽ കണ്ടക്ടിവിറ്റി നമുക്ക് ഡിറ്റർമിൻ ചെയ്യണം. അതാണ് നമ്മുടെ ഒബ്ജക്റ്റീവ് എന്ന് പറയുന്നത്. അപ്പൊ അതിനായിട്ട് നമുക്ക് ഇനി കെയുടെ ഇക്വേഷനിലോട്ട് ഇതിനെ മാറ്റേണ്ടി വരും. അപ്പോൾ കെയുടെ ഇക്വേഷനിലോട്ട് മാറ്റുമ്പോൾ കെയുടെ ഇക്വേഷൻ മാറ്റേണ്ട ടെക്നിക്ക് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവിടെ കിടക്കുന്ന ഡി ആറിനെ എന്ത് ചെയ്യാം, ഡി ആറിനെ ഈ ഒരു സൈഡിലോട്ട് കൊണ്ടുവരിക. അപ്പോൾ ഡി ആർ നമ്മൾ ഇവിടെ കൊണ്ടുവന്നു. ഡി ആർ ഡിവൈഡ് ബൈ എന്ത് വരും, ആർ സ്ക്വയർ ഉണ്ട്. ഡി ആർ ഡിവൈഡ് ബൈ ആർ സ്ക്വയർ വിച്ച് ഈസ് ഈക്വൽ ടു ബാക്കിയുള്ളതിനെല്ലാം ഇപ്പുറത്ത് എൽ എച്ച് എസ് കൊണ്ടുവരിക. ബാക്കി എന്തുണ്ട്, ഒരു മൈനസ് കെ ഉണ്ട്, 4 പൈ ഉണ്ട്, ഡിവൈഡ് ബൈ ക്യൂ ഉണ്ട്, ഇൻറ്റു എന്തുണ്ട്, ഡി തീറ്റ ഉണ്ട്. അപ്പൊ ഇത്രയും ടേം ആണ് നമുക്ക് എന്ത് കിടക്കുന്നത്, ആർ എച്ച് എസിലും എൽ എച്ച് എസിലും ആയിട്ട് കിടക്കുന്നത്. ഇനി എന്ത് ചെയ്യാം, ഇതിപ്പോ ഡി ആർ ബൈ ആർ ആണ്. എനിക്കിനി എന്ത് വേണം, എനിക്കിത് ആറിന്റെ ടേംസിലോട്ട് മാറ്റണം. ഈ ഡി ആറിനെ ഇവിടെ നിന്ന് എന്ത് ചെയ്യണം, മാറ്റിക്കളയണം. അപ്പൊ ഡി ആർ മാറ്റണം. അപ്പൊ ഡി ആർ മാറ്റാനായിട്ട് എന്ത് ചെയ്താൽ മതി, അല്ലെങ്കിൽ ടോട്ടൽ ആയിട്ട് കണ്ടുപിടിക്കാനായിട്ട് എന്ത് ചെയ്യുക, ഇന്റഗ്രേഷൻ എടുക്കുക. ഇന്റഗ്രേഷൻ എടുക്കുന്ന ലിമിറ്റ് ഏതായിരിക്കും, അപ്പൊ ഇന്റഗ്രേഷൻ എടുക്കുന്ന ലിമിറ്റ് ഫ്രം ദ ലിമിറ്റ് R1 to R2. ലിമിറ്റ് എന്ത് ചെയ്യണം, R1 to, ഇതാണ് R1 ലെങ്ത്, R1 to R2. അപ്പൊ ഇതല്ലേ ഷെൽ എന്ന് പറയുന്നത്. അപ്പൊ ഷെൽ ആവുമ്പോൾ നമുക്ക് അകത്ത് എന്തായിരിക്കും, ഹോളോ ആയിരിക്കും. അപ്പൊ ഈ ഒരു റീജിയൻ മൊത്തത്തിൽ എന്തായിരിക്കും, ഹോളോ ആയിരിക്കും. അപ്പൊ നമ്മുടെ ലിമിറ്റ് എത്ര മാത്രമേ വരത്തുള്ളൂ, ഈ ഒരു ലെങ്ത് തൊട്ട് ഇതുവരെ മാത്രമേ എന്ത് ചെയ്യത്തുള്ളൂ, നമ്മുടെ ലിമിറ്റ് വരത്തുള്ളൂ. കണ്ടോ, ഇതുവരെയാണ് ലിമിറ്റ്. അപ്പൊ ഇവിടെ ഇന്റഗ്രേഷൻ ലിമിറ്റ് നമ്മൾ കൊടുക്കേണ്ടത് എന്താണ്, R1 to R2. അപ്പൊ നിങ്ങൾ നോക്കുമ്പോൾ ഞാൻ ഇവിടെ ഇപ്പോൾ എഴുതിയിരിക്കുന്ന ഈ ഒരു ലെങ്തുകൾ നോക്കുക. ഇതിൽ എയും ബിയും എയും ബിയും കൊടുത്തിരിക്കുന്നത് ശരിക്കും എന്താണ്, എ എന്ന് പറയുന്നതാണ് ഇപ്പൊ ഞാൻ ഇവിടെ മാർക്ക് ചെയ്തത് R1, ആൻഡ് ബി എന്ന് പറയുന്നത് എന്താണ്, അവിടുത്തെ R2 ലെങ്ത് ആണ്. ഓക്കെ, അതിന് പകരം അവർ ഈ ഒരു ഫിഗറിൽ എയും ബിയും എന്ന് കൊടുത്തിരിക്കുന്നത്, ഞാൻ R1 എന്നും R2 എന്നും എന്ത് ചെയ്യുക, മാർക്ക് ചെയ്തിരിക്കുന്നത്. അപ്പൊ നിങ്ങൾ എന്ത് ചെയ്യുക, അതുപോലെ ഒന്ന് പഠിക്കുക. അപ്പൊ ഇനി എന്ത് ചെയ്യുക, ലിമിറ്റ് കൊടുക്കുക. ഇന്റഗ്രേഷൻ ചെയ്യാൻ പോകുന്നു. ഇവിടെ ഇന്റഗ്രേഷൻ കൊടുക്കണം, ഇവിടെ ഇന്റഗ്രേഷൻ കൊടുക്കണം. അപ്പൊ ഇവിടുത്തെ ലിമിറ്റ് എന്തായിരിക്കും, ഇവിടുത്തെ ലിമിറ്റ് എന്ന് പറയുന്നത് R1 to
R2 ആയിരിക്കും. അപ്പോൾ അതിന്റെ റീസൺ മനസ്സിലായല്ലോ. ഒരു സ്പെറിക്കൽ ഷെല്ലിന്റെ കേസ് ഒക്കെ നോക്കുമ്പോൾ സ്പെറിക്കൽ ഷെല്ലിനെ സംബന്ധിച്ചിടത്തോളം അതിന്റെ ഈ അഹം എന്തായിരിക്കും? ഹോളോ ആയിരിക്കും. കണ്ടോ, നമ്മളിപ്പോൾ ഒരു ബോൾ കട്ട് ചെയ്തിട്ട് അതിനകത്ത് നോക്കിക്കഴിഞ്ഞാൽ അഹം ഹോളോ ആയിരിക്കും, പക്ഷെ നമുക്ക് ചെറിയൊരു തിക്നെസ് മാത്രം എന്ത് ചെയ്യാൻ പറ്റും? തോന്നാൻ പറ്റും. അതാണ് സ്പെറിക്കൽ ഷെൽ എന്ന് പറയുന്നത്. അല്ലെങ്കിൽ നമ്മൾ സ്പെറിക്കൽ ബോൾ എന്ന് എന്തെങ്കിലും പറയത്തുള്ളൂ. സോളിഡ് സ്പിയർ എന്നേ പറയത്തുള്ളൂ. സോളിഡ് സ്പിയർ ആണെങ്കിൽ അകത്തും എന്ത് ചെയ്യും? അകത്ത് മെറ്റീരിയൽസ് കാണും. അപ്പോൾ സ്പെറിക്കൽ ഷെൽ ആകുമ്പോൾ ഷെൽ എന്താണ്? ഹോളോ ആണ്. ഓക്കെ, അപ്പോൾ ആ ഒരു കൺസെപ്റ്റ് ഓർത്തിരിക്കുക, എന്നാൽ മാത്രമേ ഡെറിവേഷൻ കൊണ്ടുവരാൻ പറ്റുള്ളൂ. അപ്പോൾ ലിമിറ്റ് അതാണ് ഞാൻ R1 to R2 കൊടുത്തത്. ഇന്റഗ്രൽ R1 to R2 dr by r square എന്ന് കിട്ടും, വിച്ച് ഈസ് ഈക്വൽ ടു ഇവിടെ നമുക്ക് ഇന്റഗ്രേഷൻ കൊടുക്കണം. അപ്പോൾ ഇവിടെ ഇന്റഗ്രേഷൻ കൊടുക്കുമ്പോൾ ഇവിടെ വേരിയിങ് ഫാക്ടർ എന്ന് പറയുന്നത് എന്താണ്? ഇവിടെ ഡി തീറ്റ മാത്രമേ ഉള്ളൂ, വേറെ ഒന്നും എന്ത് ചെയ്യത്തില്ല, വേരി ചെയ്തില്ല. കാരണം Q എന്ന് വെച്ചാൽ ഹീറ്റിന്റെ മെഷർമെന്റ്, അത് എന്ത് ചെയ്യത്തില്ല, മാറത്തില്ല. K എന്താണ്? തെർമൽ കണ്ടക്ടിവിറ്റി, അതാണ് നമുക്ക് കണ്ടുപിടിക്കേണ്ടത്, അതും എന്ത് ചെയ്യത്തില്ല, മാറത്തില്ല. 4ഉം പൈ എന്താണ്? കോൺസ്റ്റന്റ് ആണ്. ഇവിടെ ആകെ വേരിയേഷൻ കൊടുക്കാൻ പറ്റുന്നത് എന്തിനു മാത്രമാണ്? ഇവിടെ വേരിയേഷൻ കൊടുക്കാൻ പറ്റുന്നത് ഈ ഒരു ഡി തീറ്റ എലമെന്റിന് മാത്രമാണ്. അപ്പോൾ എനിക്ക് എന്ത് ചെയ്യാൻ പറ്റും? ഈ ഇന്റഗ്രലിന് എന്ത് ചെയ്യാം? ഇതിന് എനിക്ക് ഈ ഡി തീറ്റയുടെ സ്ഥാനത്തോട് എന്ത് ചെയ്യാം? കൊടുക്കുക. അപ്പോൾ ലിമിറ്റ് എന്ത് വരും? ലിമിറ്റ് അവിടെ നമുക്ക് വരുന്നത് θ1 to θ2 എന്നായിരിക്കും. θ1 ഉം θ2 എന്ന് പറഞ്ഞുതരാം. θ1 എന്ന് പറഞ്ഞാൽ ഈ ഇൻസൈഡിലുള്ള ടെമ്പറേച്ചർ ആണ്. θ1 ഈ ഒരു സ്പെറിക്കൽ ഷെല്ലിന് അകത്ത് വരുന്ന ടെമ്പറേച്ചർ, ആൻഡ് θ2 എന്ന് പറയുന്നത് എന്തായിരിക്കും? ഇതിന്റെ പുറത്ത് വരുന്ന ടെമ്പറേച്ചർ. ഓക്കെ, അപ്പോൾ ടെമ്പറേച്ചർ രണ്ടുമാണ് എന്ത്? θ1 θ2 എന്ന് പറയുന്നത്. അപ്പോൾ നേരത്തെ ആ ഒരു തീറ്റയും ഡി പ്ലസ് തീറ്റയും പറഞ്ഞു, അത് ശരിക്കും എന്താണ്? അത് ഈ ഒരു ബാരിയറിൽ വരുന്നതാണ്. നമ്മൾ ഈ ഒരു ഡി ആർ എടുത്ത സമയത്ത് അവിടെ വരുന്ന ചെറിയൊരു വേരിയേഷൻ ആണ് എന്ത്? തീറ്റയും തീറ്റ പ്ലസ് ഡി തീറ്റയും. ഇപ്പൊ പറഞ്ഞ എന്താണ്? ഈ ഒരു θ1 θ2 എന്ന് പറയുന്നത് ഇതിന്റെ ഇന്നർ സൈഡിലും ഔട്ടർ സൈഡിലും ആയിട്ട് വരുന്ന തീറ്റ വാല്യൂസ് ആണ് എന്ത്? θ1 എന്നും θ2 എന്നും പറയുന്നത്. അപ്പൊ ഇവിടെ നമുക്ക് ഇനി എന്ത് ചെയ്യാം? ദാറ്റ് ഇസ് θ1 to θ2 എന്ന് എന്ത് ചെയ്യാൻ പറ്റും? സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാൻ പറ്റും. ഓക്കെ, θ1 to θ2 d തീറ്റ. ഇനി എന്ത് ചെയ്യണം? ഇതിനെ സിംപ്ലിഫൈ ചെയ്യണം. ഇവിടെ നമ്മൾ ഇന്റഗ്രേഷൻ കൊടുക്കുമ്പോൾ ഇത് എന്താണ്? 1/r² ആണ്. 1/r² ഇന്റഗ്രൽ എന്താണ്? ദാറ്റ് ഈസ് 1/r എന്ന് വരും. ഓക്കെ, ഇങ്ങോട്ട് മുകളിലോട്ടൊന്ന് എഴുതി തരാം എന്താണെന്ന്. ദാറ്റ് ഈസ് 1/r² ഇന്റഗ്രൽ എന്ന് പറയുന്നത് ദാറ്റ് ഈസ് 1/r² വിച്ച് ഇസ് ഈക്വൽ ടു എന്ത് കിട്ടും? 1/r² എന്ന് പറയുന്നത് എന്താണ്? ദാറ്റ് ഈസ് 1/r ന് തുല്യമാണ്. അല്ലെങ്കിൽ 1/r⁻⁻1 എന്ന് വരും, അതാണ് r എന്ന് പറയുന്നത്. അല്ലെ 1/r എന്ന് എഴുതിയത്. ഓക്കെ, അതാണ് അവിടുത്തെ ഇന്റഗ്രേഷന്റെ സൊല്യൂഷൻ. അപ്പോൾ ഇവിടെ നമുക്ക് ഇപ്പോൾ 1/r എന്ന് വന്നു. നമുക്ക് ലിമിറ്റ് ഓഫ് ഇന്റഗ്രേഷൻ അവിടെ ഉണ്ട്, അതുകൊണ്ട് നമുക്ക് എന്ത് ചെയ്യത്തില്ല, കോൺസ്റ്റന്റ് ഓഫ് ഇന്റഗ്രേഷൻ വരത്തില്ല. ഇനി എന്ത് ചെയ്താൽ മതി? നമ്മൾ ലിമിറ്റ് ഓഫ് ഇന്റഗ്രേഷൻ അവിടെ അപ്ലൈ ചെയ്ത് കൊടുത്താൽ മതി. ലിമിറ്റ് ഓഫ് ഇന്റഗ്രേഷൻ എന്താണ് അവിടെ വരുന്നത്? ദാറ്റ് ഈസ് ദ ലിമിറ്റ് ഓഫ് ഇന്റഗ്രേഷൻ വിച്ച് ഈസ് ഈക്വൽ ടു എന്ത് കിട്ടും? അപ്പർ ലിമിറ്റും ലോവർ ലിമിറ്റും ആണ് R1 to R2. കണ്ടല്ലോ, R1 to R2 ആണ്, വിച്ച് ഈസ് ഈക്വൽ ടു. അപ്പോൾ ഇവിടുത്തെ സൊല്യൂഷൻ എന്തായിരിക്കും? ഇവിടെ നമുക്ക് തീറ്റ വരും. ഇന്റഗ്രൽ ഡി തീറ്റ തീറ്റ എന്ന് കിട്ടും. ദാറ്റ് ഇസ് മൈനസ് കെ ഇൻറ്റു 4π ഡിവൈഡഡ് ബൈ ക്യൂ ഇൻറ്റു എന്ത് വരും? തീറ്റ എന്ന് വരും. വിത്തിൻ ദ ലിമിറ്റ് θ1 to θ2. ഇതാണ് ഇപ്പോൾ ലിമിറ്റ് വന്നത്. ഇനി എന്ത് ചെയ്യും? നമുക്ക് ലിമിറ്റ് ഒന്ന് അപ്ലൈ ചെയ്യാം. ഇവിടെ ഇപ്പോൾ എനിക്ക് ആണ് 1/r ആണ് കിടക്കുന്നത്. ഇപ്പോൾ 1/x ഫോമിൽ കിടക്കുമ്പോഴാണ് കിടക്കുന്നത്. എനിക്ക് എന്ത് ചെയ്യാം? അപ്പർ ലിമിറ്റ് മൈനസ് ലോവർ ലിമിറ്റ് ആണ്. അപ്പർ ലിമിറ്റ് എന്തായിരിക്കും? അപ്പർ ലിമിറ്റ് എന്ന് പറയുന്നത് ദാറ്റ് ഈസ് 1/r2 മൈനസ് 1/r1 ഈക്വൽ ടു, ഇവിടെ ഒരു മൈനസ് ഉണ്ടല്ലോ. അപ്പോൾ ഈ മൈനസിനെ ഞാൻ എന്ത് കൊടുക്കുന്നു? ഈ മൈനസിനെ ഇപ്പുറത്തോട്ട് കൊടുക്കുവാണ്. അപ്പോൾ ഈ മൈനസിന് ഇപ്പുറത്ത് കൊടുത്തു കഴിഞ്ഞാൽ എനിക്ക് ഇവിടുത്തെ ഇതിന് എന്ത് ചെയ്യാം? R1 മൈനസ് R2 എന്ത് ചെയ്യാൻ പറ്റും? മാറ്റാൻ പറ്റും. ഈ മൈനസ് ചെയ്യാൻ മാറ്റാൻ വേണ്ടി ഞാൻ രണ്ട് സൈഡിൽ ഒരു മൈനസ് കൊടുത്തു. അപ്പോൾ ഇവിടെ എന്തായി? ഇത് R1 മൈനസ് R2 എന്ന് എന്ത് ചെയ്ത് മാറ്റി എഴുതി. അങ്ങനെ എനിക്ക് എന്തായി? ഇവിടുത്തെ മൈനസ് അവിടെ നിന്ന് മാറി കിട്ടി. ഇനി ഇതേപോലെ തന്നെ ഇവിടെ എന്ത് വരും? വിച്ച് ഇസ് ഈക്വൽ ടു 4π k ഇൻറ്റു ഡിവൈഡ് ബൈ ക്യൂ ഇൻറ്റു എന്ത് വരും? θ1 മൈനസ് θ2 വരും. ഓക്കെ, അപ്പർ ലിമിറ്റ് മൈനസ് ലോവർ ലിമിറ്റ് θ2 മൈനസ് θ1. ഓക്കെ, θ2 മൈനസ് θ1 എന്ത് ചെയ്തു? മാറ്റി എഴുതിയിട്ടുണ്ട്. ഇതാണ് എന്ത് ചെയ്യുന്നത്? ഇവിടെ കിട്ടുന്ന റിസൾട്ട് എന്ന് പറയുന്നത്. അപ്പോൾ നമുക്ക് 1/r1 മൈനസ് 1/r2, ഈ 1/r1 1/r2 എന്തായിരിക്കും? അത് ആ ഷെല്ലിന്റെ റേഡിയസ് ആണ്. ആ ഷെല്ലിന്റെ ഇന്നർ റേഡിയസ് ഔട്ടർ റേഡിയസ് ആണ് 1/r1 മൈനസ് 1/r2 എന്ന് പറയുന്നത്. ഇനി എനിക്ക് എന്താണ് എടുക്കേണ്ടത്? ഇവിടെ നമുക്ക് വേണ്ടത് ഈ കെയുടെ വാല്യൂ ആണ്. കെയുടെ ഇക്വേഷനിലോട്ട് എന്ത് ചെയ്യാം? ഇതിനെ കൺവേർട്ട് ചെയ്യാം. കെ ഈസ് ഈക്വൽ ടു എന്ത് കിട്ടാം? ക്യൂ ഇൻറ്റു R1 മൈനസ് R2 മൈനസ് R1 ഡിവൈഡഡ് ബൈ 4π R1 R2. നമ്മൾ എന്ത് ചെയ്യും? LCM എടുത്തിട്ടാണ് കൊടുക്കുന്നത്. LCM എടുത്തിട്ടാണ് എന്ത് ചെയ്ത് കൊടുത്തത്. ഇവിടെ നമുക്ക് R1 R2 വരും.
R2 minus R1 എന്ന് വരും. അതാണ് മുകളിൽ വന്ന വാല്യൂ എന്ന് പറയുന്നത്. ആൻഡ് വിച്ച് ഈസ് ഈക്വൽ ടു എന്ത് കിട്ടും? വിച്ച് ഈസ് ഈക്വൽ ടു 4 pi R1 R2 ഇൻറ്റു തീറ്റ 2 മൈനസ് തീറ്റ 1 എന്ന് കിട്ടും. ഓക്കെ, അപ്പോൾ ഒരു സ്പെറിക്കൽ ഷെല്ലിന്റെ കേസിൽ തെർമൽ കണ്ടക്ടിവിറ്റി കണ്ടുപിടിക്കാൻ അവിടെ വയ്ക്കുന്ന സ്പെസിമെനിന്റെ തെർമൽ കണ്ടക്ടിവിറ്റി കണ്ടുപിടിക്കുന്ന ഇക്വേഷൻ ആണ് K is equal to Q into R2 minus R1 divided by 4 pi into R1 R2 into തീറ്റ 2 മൈനസ് തീറ്റ 1 എന്ന് പറയുന്നത്. അപ്പോൾ ഇത് എന്താണ്? സ്പെറിക്കൽ ഷെൽ മെത്തേഡ് ആണ്. അപ്പോൾ ഫസ്റ്റ് നമ്മൾ പഠിച്ചിരുന്നത് ലീസ്റ്റ് ഡിസ്ക് ആണ്. അപ്പോൾ ലീസ്റ്റ് ഡിസ്ക് മെത്തേഡിൽ നമുക്കൊരു കേക്ക് ഒരു ഇക്വേഷൻ കുറച്ചുകൂടി കോംപ്ലിക്കേറ്റഡ് ആയിട്ട് ഇക്വേഷൻ ആണ് അവിടെ വരുന്നത്. അപ്പോൾ അത്രയും കോംപ്ലിക്കേറ്റഡ് അല്ല. ഇവിടെ നമുക്ക് എന്ത് ചെയ്യണം? ഇവിടെ നമുക്ക് ആ ഒരു സ്പെറിക്കൽ ഷെല്ലിന്റെ വാല്യൂസ് ആയിരിക്കും എന്ത് ചെയ്യേണ്ടത്? നമ്മൾ അറിയേണ്ടത്. സ്പെറിക്കൽ ഷെല്ലിന്റെ ഇന്നർ റേഡിയസും ഔട്ടർ റേഡിയസും നമ്മൾ എന്ത് ചെയ്യണം? അവിടെ അറിഞ്ഞിരിക്കണം. അപ്പോൾ അത് അറിയാമെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? തെർമൽ കണ്ടക്ടിവിറ്റി അവിടെ പെട്ടെന്ന് എന്ത് ചെയ്യാൻ പറ്റും? ഡിറ്റർമിൻ ചെയ്യാൻ പറ്റും. ക്യാൻ ബി ഡിറ്റർമിൻഡ് യൂസിങ് ദിസ് ഇക്വേഷൻ. ഓക്കെ, അപ്പോൾ നമുക്ക് ഇത് ക്ലിയർ ആയെങ്കിൽ നമുക്ക് നെക്സ്റ്റ് ടോപ്പിക്കിലോട്ട് പോകാം. അപ്പോൾ നെക്സ്റ്റ് ടോപ്പിക് എന്ന് പറയുന്നത് സിലിണ്ടറിക്കൽ ഫ്ലോ ഹീറ്റ് എന്ന് പറയുന്നത്. അപ്പോൾ സിലിണ്ടറിക്കൽ ഫ്ലോ ഹീറ്റ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിനൊരു എക്സാമ്പിൾ വെച്ച് നമ്മളിപ്പോൾ ഈ റെഫ്രിജറേറ്ററിലെ പൈപ്പ്സ് കണ്ട് ഇപ്പോഴത്തെ റെഫ്രിജറേറ്ററിൽ കാണാൻ പറ്റില്ല. മുൻപത്തെ റെഫ്രിജറേറ്റർ നോക്കിക്കഴിഞ്ഞാൽ ബാക്കിൽ നമുക്ക് എന്ത് ചെയ്യും? കോപ്പർ പൈപ്പ്സ് ഇങ്ങനെ കാണാൻ പറ്റും. അതിനകത്ത് കോപ്പർ പൈപ്പ്സ് ആണ് നമ്മൾ ഈ ഒരു റെഫ്രിജറേറ്ററിൽ കൂളൻസ് സപ്ലൈ ചെയ്യാനും അതേപോലെ തന്നെ നമുക്ക് അവിടെ ടെമ്പറേച്ചർ സപ്ലൈ ചെയ്യാനും ഫ്രീസറിൽ നിന്നൊക്കെ ടെമ്പറേച്ചർ കൂട്ടാനും കുറയ്ക്കാനൊക്കെ ആയിട്ട് നമ്മൾ എന്ത് ചെയ്യുന്നുണ്ട്? അവിടെ റെഫ്രിജറേറ്റർ പൈപ്പ്സ് യൂസ് ചെയ്യുന്നുണ്ട്. അപ്പോൾ വണ്ടിയുടെ എഞ്ചിൻസിലൊക്കെ എന്ത് ചെയ്യും? കാറിന്റെയും അതുപോലത്തെ ബസ്സിന്റെ ഒക്കെ എഞ്ചിൻസിൽ നമ്മൾ അവിടെ ഈ ഹീറ്റ് പൈപ്പ്സുകൾ യൂസ് ചെയ്യാറുണ്ട്. ഹീറ്റ് ട്രാൻസ്ഫറിനും അല്ലെങ്കിൽ എക്സ്ഹോസ്റ്റ് കളയാനൊക്കെ ആയിട്ട് എന്ത് ചെയ്യുന്നു? നമ്മൾ അവിടെ പൈപ്പ്സ് യൂസ് ചെയ്യാറുണ്ട്. അപ്പോൾ അവിടെ നമ്മൾ യൂസ് ചെയ്യുന്ന മെറ്റീരിയൽസ് കറക്റ്റ് ഒരു തെർമൽ കണ്ടക്ടിവിറ്റി ഉള്ള മെറ്റീരിയൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റുള്ളൂ? യൂസ് ചെയ്യാൻ പറ്റുള്ളൂ. അപ്പോൾ അങ്ങനത്തെ മെറ്റീരിയൽ അല്ല യൂസ് ചെയ്യുന്നത്. എന്ത് ചെയ്യാം? പെട്ടെന്ന് തന്നെ ഹീറ്റ് വഴി ആ ഒരു സ്ട്രക്ചർ എന്ത് ചെയ്യാം? ഇല്ലാതായി പോകാൻ പറ്റും. അപ്പോൾ സാധാരണ റെഫ്രിജറേറ്ററിന്റെ ബാക്കിലൊക്കെ യൂസ് ചെയ്യുന്നത് ശരിക്കും കോപ്പർ പൈപ്പ്സ് ആയിരിക്കും. ഒരു തെർമൽ കണ്ടക്ടിവിറ്റി കോപ്പറിന് കൂടുതലാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ എന്ത് ചെയ്യാം? കോപ്പർ പൈപ്പ്സ് ആയിരിക്കും യൂസ് ചെയ്യുന്നത്. പിന്നെ സ്റ്റീം പൈപ്പ് ആയിട്ട് ന്യൂക്ലിയർ റിയാക്ടേഴ്സ് ടൈം അതിലൊക്കെ സ്റ്റീം പൈപ്പ്സ് ഉണ്ട്. അതുപോലെ തന്നെ സ്റ്റീം പൈപ്പ് പല ആപ്ലിക്കേഷൻസിന് നമ്മൾ യൂസ് ചെയ്യാറുണ്ട്. അല്ലെങ്കിൽ ചിലയിടത്ത് നമുക്കിപ്പോൾ ടെമ്പറേച്ചർ ഒരു സ്റ്റീമിനെ ഇപ്പോൾ ഒരു ഗ്യാസിനെ ഒരു സ്ഥലത്ത് നിന്ന് മറ്റു സ്ഥലത്ത് ട്രാൻസ്ഫർ ചെയ്യണം. അപ്പോൾ അവിടെ നമ്മൾ സപ്ലൈ ചെയ്യുന്നത് എന്തായിരിക്കും? ഇതുപോലത്തെ പൈപ്പ്സ് യൂസ് ചെയ്തായിരിക്കും ഗ്യാസിനെ ട്രാൻസ്ഫർ ചെയ്യുന്നത്. അപ്പോൾ അവിടെയൊക്കെ നമുക്ക് എന്ത് ചെയ്യണം? ആ സിലിണ്ടറിക്കൽ ഫ്ലോ ഹീറ്റ് വരും. അതായത് ട്യൂബിൽ കൂടി നമുക്ക് എന്ത് ചെയ്യേണ്ടി വരും? ഹീറ്റോ അല്ലെങ്കിൽ ടെമ്പറേച്ചർ കുറഞ്ഞ കണ്ടീഷൻ സപ്ലൈ ചെയ്യേണ്ടി വരും. അപ്പോൾ ആ ഒരു ടൈമിൽ നമ്മൾ എന്ത് ചെയ്യുന്നത്? ഇവിടെ സിലിണ്ടറിക്കൽ ഫ്ലോ ഹീറ്റിന്റെ ആപ്ലിക്കേഷൻ അല്ലെങ്കിൽ യൂസ് നമുക്ക് അവിടെ വരുന്നത്. അപ്പോൾ ഈ ഒരു സിലിണ്ടറിക്കൽ ഫ്ലോ ഹീറ്റിൽ നമ്മളിവിടെ കണ്ടുപിടിക്കുന്നത് എന്തായിരിക്കും? നമ്മളിവിടെ യൂസ് ചെയ്യുന്നത് തെർമൽ കണ്ടക്ടിവിറ്റി ഓഫ് റബ്ബർ ആയിരിക്കും നമ്മൾ ഡിറ്റർമിൻ ചെയ്യുന്നത്. ഓക്കെ, തെർമൽ കണ്ടക്ടിവിറ്റി ഓഫ് റബ്ബർ അത് നമുക്ക് എക്സാമ്പിൾ ചെയ്യാറുണ്ട്. അപ്പോൾ അതിന്റെ ഫിഗറാണ് ഞാൻ ഇവിടെ എടുത്ത് വെച്ചിരിക്കുന്നത്. ഇതാണ് ഒരു എക്സ്പെരിമെന്റ് അറേഞ്ച്മെന്റ്. ഇവിടെ നമ്മളിപ്പോൾ ഒരു ഇതിൽ കൂടി എന്ത് ചെയ്യുന്നു? ഈ ഒരു ട്യൂബിൽ കൂടി സ്റ്റീം സപ്ലൈ ചെയ്യാണ്. അപ്പോൾ സ്റ്റീം സപ്ലൈ ചെയ്യുന്നതനുസരിച്ച് എത്രത്തോളം ടെമ്പറേച്ചർ വേരിയേഷൻ ഉണ്ടാകുന്നുണ്ട് അല്ലെങ്കിൽ കണ്ടക്ടിവിറ്റി എത്രയാണെന്നൊക്കെ നമുക്ക് എന്ത് ചെയ്യാം? ഡിറ്റർമിൻ ചെയ്യാം. അത് നമുക്ക് അടുത്ത് പഠിക്കാം എക്സ്പെരിമെന്റ് ആയിട്ട്. ഇപ്പോൾ നമ്മൾ അതിന്റെ ഇക്വേഷൻസ് ആണ് എന്ത് ചെയ്യുന്നത്? നോക്കാൻ പോകുന്നത്. അപ്പോൾ ഇതാണ് ഇപ്പോൾ ഒരു ട്യൂബ്. നമ്മളിപ്പോൾ ഒരു സിലിണ്ടറിക്കൽ പൈപ്പ് എടുത്ത് വെച്ചിട്ടുണ്ട്. സിലിണ്ടറിക്കൽ പൈപ്പ് ആകുമ്പോൾ തിക്നെസ് കാണുമല്ലോ. പുറത്ത് ഔട്ടർ തിക്നെസ് കാണും, അകത്ത് എന്ത് ചെയ്യാം? ഒരു ചെറിയൊരു ഓപ്പണിങ് കാണും. തിക്നെസ് കുറച്ച് കാണുമല്ലോ, കാരണം എന്നാലേ അത് പൈപ്പ് ആവത്തുള്ളൂ. അല്ലെങ്കിൽ കറക്റ്റ് തീരെയും തിക്നെസ് കുറഞ്ഞിരിക്കത്തില്ല. ആ ഒരു ഷേപ്പ് ഒന്ന് കൺസിഡർ ചെയ്യുക. ഇപ്പോൾ റബ്ബർ ട്യൂബ് നിങ്ങൾ ലാബ് നോക്കിക്കഴിഞ്ഞാൽ കാണും. എക്സ്പെരിമെന്റ് മെയിൻ കാർക്ക് ഉണ്ട്, സബ് കാർക്ക് ഉണ്ടോ എനിക്ക് അറിയത്തില്ല, ലീസ്റ്റ് ഡിസ്കും ഇതൊക്കെ. അപ്പോൾ അവിടെ നിന്ന് നോക്കിയാൽ മതി. ഫിസിക്സ് ലാബിൽ കയറുമ്പോൾ അവിടെ റബ്ബർ ട്യൂബ് കാണും. അപ്പോൾ അതിന് എന്താണ്? ഇതുപോലത്തെ ഒരു ചെറിയ തിക്നെസ് കാണും. അപ്പോൾ ഈ ഒരു തിക്നെസ് ഉള്ളൊരു ട്യൂബാണ് നമ്മൾ എടുക്കുന്നത്. കൺസിഡർ എ സിലിണ്ടറിക്കൽ ട്യൂബ് ഓഫ് ലെങ്ത് എൽ. അപ്പോൾ ഈ ഒരു ട്യൂബിന്റെ ലെങ്ത് എത്രയാണ്? ഈ ഒരു ട്യൂബിന്റെ ലെങ്ത് എന്ന് പറയുന്നത് എൽ ആണ്. എൽ ലെങ്ത് ഉള്ള ഒരു ട്യൂബ് എടുത്തിട്ടുണ്ട്. ആൻഡ് ഇന്നർ റേഡിയസ് മീൻസ് ഒന്ന് ഞാൻ ഫിഗർ ഒന്ന് കാണിച്ചു തരാം. ദാറ്റ് ഈസ് ഇപ്പോൾ ഇതാണ് ഒരു ട്യൂബ് എങ്കിൽ ഇതാണ് ഇപ്പോൾ ഒരു ട്യൂബ്. അപ്പോൾ ഇതിപ്പോൾ നോക്കുക, കണ്ടോ? ഇതിപ്പോൾ 3 ആയി കഴിഞ്ഞാൽ ട്യൂബ് എന്ന് പറയാൻ പറ്റില്ല, കാരണം അത് സാധാ ഒരു സർക്കുലർ ഷേപ്പ് ആവും. ഇങ്ങനെ ആവുന്ന സമയത്താണ് ട്യൂബ് ആവുന്നത്. നിങ്ങൾ കാപ്പിലറി ട്യൂബ് ഒക്കെ നോക്കിക്കഴിഞ്ഞാൽ ഇതുപോലത്തെ ഷേപ്പ് ആയിരിക്കും വരുന്നത്. അപ്പോൾ അതിനകത്ത് ഇന്നർ റേഡിയസ് ഉണ്ട്, ഔട്ടർ റേഡിയസ് ഉണ്ട്. അപ്പോൾ ഈ ഒരു ലെങ്ത് ആണ് എന്ത്? ഇന്നർ റേഡിയസ് എന്ന് പറയുന്നത്. കണ്ടോ? ഇത് ഇന്നർ റേഡിയസ് ആണ്. ഞാൻ R1 എന്ന് മാർക്ക് ചെയ്തു. അതേപോലെ തന്നെ എന്തുണ്ട്? ഇതിനൊരു ഔട്ടർ റേഡിയസ് ഉണ്ട്. ഔട്ടർ റേഡിയസിന് എന്ത് ചെയ്യണം? ഇതാണ് ഔട്ടർ റേഡിയസ്. അതെന്താണ്? അത് അവിടുത്തെ R2 വാല്യൂ ആണ്. അപ്പോൾ ഇന്നർ റേഡിയസും ആയിട്ടുണ്ട്, ഔട്ടർ റേഡിയസ് നമ്മൾ എന്ത് ചെയ്തു? മാർക്ക് ചെയ്തു. ഇനി നോക്കുക, ഇവിടെ നമ്മൾ എന്ത് ചെയ്യാൻ പോകുന്നു? ഒരു ടെമ്പറേച്ചറിലുള്ള സ്റ്റീമിന് അല്ലെങ്കിൽ θ1 ടെമ്പറേച്ചറിലുള്ള സ്റ്റീമിന് ഞാൻ എന്ത് ചെയ്യുകയാണ്? ഇവിടെ ഇങ്ങോട്ട് പാസ് ചെയ്യുകയാണ്. ഈ ഒരു ട്യൂബിൽ കൂടി θ1 ടെമ്പറേച്ചറിനെ ഞാൻ എന്ത് ചെയ്യുന്നു? പാസ് ചെയ്യുന്നു. അപ്പോൾ θ1 ടെമ്പറേച്ചർ ഇതിന്റെ അകത്തോട്ടാണ് പാസ് ചെയ്യുന്നത്. ഇതുവരെയാണ് എന്ത് ചെയ്തത്? θ1 എന്ന ടെമ്പറേച്ചർ പാസ് ചെയ്യുന്നത്. സ്റ്റീം പാസ് ചെയ്യുന്നു. അത്രയും ചിന്തിച്ചാൽ മതി. സ്റ്റീം മീൻസ് ആവിയാണ്. അപ്പോൾ അതിനൊരു അപ്പാരറ്റസ് ആണ് ഇത് ഇരിക്കുന്നത്.
കണ്ടോ, ഇവിടെ നമ്മളിപ്പോ വെള്ളം തിളപ്പിച്ചു കഴിഞ്ഞാൽ ഇതുവരെ എന്ത് ചെയ്യും, സ്റ്റീം പാസ് ആവും. അപ്പൊ അതാണ് നമ്മളിവിടെ പറയുന്നത്. ഇതിനകത്ത് എന്ത് ചെയ്തു, നമ്മളിപ്പോ സ്റ്റീം ഇവിടെ ഇങ്ങനെ പാസ് ചെയ്യുന്നുണ്ട്. തീറ്റ 1 എന്ന് പറയുന്നത് അതിന്റെ അകത്തെ ടെമ്പറേച്ചർ ആയിരിക്കും, അല്ലെങ്കിൽ അവിടുത്തെ സ്റ്റീമിന്റെ ടെമ്പറേച്ചർ ആയിരിക്കും. അപ്പോൾ തീറ്റ 2 എന്ന് പറഞ്ഞൊരു ടെമ്പറേച്ചർ എന്ത് ചെയ്യാം, ഇതിന്റെ ഔട്ട് സൈഡിൽ ഫോം ചെയ്യാം. അല്ലെങ്കിൽ ഔട്ട് സൈഡ് ടെമ്പറേച്ചർ, നമ്മൾ റൂം ടെമ്പറേച്ചർ അല്ലെങ്കിൽ റൂം ടെമ്പറേച്ചർ ആണെങ്കിൽ കുറച്ചുകൂടി കൂടിയ ടെമ്പറേച്ചർ ആയിരിക്കും ഔട്ട് സൈഡിൽ. അപ്പോൾ ഔട്ട് സൈഡിലുള്ള ടെമ്പറേച്ചർ ഞാൻ ഇപ്പോൾ എന്തെടുത്തു, ഔട്ട് സൈഡിലുള്ള ടെമ്പറേച്ചർ ഞാൻ ഇപ്പോൾ അവിടെ എടുത്തതെന്ന് വെച്ച് കഴിഞ്ഞാൽ ദാറ്റ് ഈസ് ദ ഔട്ട് സൈഡ് ടെമ്പറേച്ചർ ഈസ് തീറ്റ 2 ആണ്. തീറ്റ 2 ആണ് എന്ത്, അവിടുത്തെ ഔട്ട് സൈഡ് ടെമ്പറേച്ചർ എന്ന് പറയുന്നത്. ഇനി നമുക്ക് എന്ത് ചെയ്യണം, ഇവിടെ എത്രത്തോളം ഹീറ്റ് ആണ് ഈ റേഡിയലി ഇതുവഴി പാസ് ചെയ്ത് പോകുന്നത് എന്ന് നമുക്ക് അറിയണം. എത്രത്തോളം ഹീറ്റ് എന്ത് ചെയ്യുന്നു ഇതുവഴി പോകുന്നുണ്ടെന്ന് നമുക്ക് അറിയണം. അപ്പോൾ ദാറ്റ് ഈസ് ദ എമൗണ്ട് ഓഫ് ഹീറ്റ് കണ്ടക്ടഡ് റേഡിയലി. ഇമാജിൻ എ സിലിണ്ടറിക്കൽ ട്യൂബ് വിൽ ബി മേഡ് അപ്പ് ഓഫ് എ ലാർജ് നമ്പർ ഓഫ് തിൻ കോയാക്സിയൽ സിലിണ്ടേഴ്സ്. അപ്പോൾ നമ്മളിവിടെ പറയുന്നത് ഇതിന്റെ അകത്തൂടി എത്രത്തോളം ഹീറ്റ് കണ്ടക്ട് ചെയ്യുമെന്ന് അറിയാനായിട്ട് എന്ത് ചെയ്യുക, ഈ ഒരു സിലിണ്ടർ എന്ന് പറയുന്നത് ഒരുപാട് കൊയാക്സിയൽ സിലിണ്ടേഴ്സ്, നിങ്ങൾ S1 ആ ഒരു സിലിണ്ടറിന്റെ മൊമെന്റ് ഓഫ് ഇനർഷ്യ, ഹോളോ സിലിണ്ടറിന്റെ മൊമെന്റ് ഓഫ് ഇനർഷ്യ പഠിച്ച സമയത്ത് ഇതേ ഒരു കൺസെപ്റ്റ് ആണ് എടുത്തത്. അത് എന്ത് ചെയ്തു, നമ്മൾ കൺസിഡർ ചെയ്തത് ഇതുപോലത്തെ സിലിണ്ടർ എന്ന് വെച്ചാൽ ഒരുപാട് ചെറിയ ചെറിയ സിലിണ്ടേഴ്സ്, അതായത് ആദ്യം ഇതുപോലത്തെ ഒരു ചെറിയ സിലിണ്ടർ ഇൻസൈഡിൽ ഈ ഒരു തിക്നെസ് ഉള്ള സിലിണ്ടർ, ഈ ഒരു തിക്നെസ് സിലിണ്ടർ, അടുത്ത കുറച്ചുകൂടി കൂടിയ തിക്നെസ് സിലിണ്ടർ, ഇങ്ങനെ സിലിണ്ടർ ഒരുപാട് സിലിണ്ടർ അറേഞ്ച് ചെയ്യാൻ എന്ത് ചെയ്യുന്നത് ഒരു ഹോളോ സിലിണ്ടർ ആയിട്ട് മാറുന്നത്. അപ്പോൾ ചെറിയ 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 സിലിണ്ടേഴ്സ് ഇതിനകത്ത് ഹോളോ സിലിണ്ടേഴ്സ് അറേഞ്ച് ചെയ്ത് എന്ത് ചെയ്യുന്നു, ഒരു വലിയ സിലിണ്ടർ ആയിട്ട് മാറുന്നു. അപ്പോൾ അതിന്റെ ഇൻ ബിറ്റ്വീൻ ആയിട്ട് ഒരു ചെറിയ സിലിണ്ടർ നമ്മൾ എന്ത് ചെയ്യുന്നു, ഒരു ചെറിയൊരു സിലിണ്ടറിക്കൽ പോർഷൻ, ഒരു DR തിക്നെസ് ഉള്ള ഒരു സിലിണ്ടറിക്കൽ പോർഷൻ ഞാൻ എന്ത് ചെയ്യുവാണ് അവിടെ, അല്ലെങ്കിൽ എലമെന്ററി തിക്നെസ് ഉള്ള ഒരു സിലിണ്ടറിക്കൽ പോർഷൻ അവിടെ കൺസിഡർ ചെയ്യുവാണ്. അപ്പോൾ അതാണ് ഈ ഫിഗറിൽ ഇവിടെ മാർക്ക് ചെയ്തിരിക്കുന്നത്. ഒരു എലമെന്ററി തിക്നെസ് ഉള്ള ഒരു ചെറിയൊരു പോർഷൻ ഞാൻ എന്ത് ചെയ്യുന്നു ഇവിടെ കൺസിഡർ ചെയ്യുന്നു. വേണമെങ്കിൽ നമുക്ക് ഇവിടെ ഇങ്ങനെ വരയ്ക്കാം. ഇതാണ് ഒരു എലമെന്ററി തിക്നെസ് ഉള്ള ഒരു ചെറിയൊരു സിലിണ്ടറിക്കൽ പോർഷൻ എന്ന് പറയുന്നത്. അപ്പൊ അത് സെന്ററിൽ നിന്ന് എത്ര ഡിസ്റ്റൻസിലാണ് നിൽക്കുന്നത്, ഇവിടെ ഞാൻ വരച്ചതിൽ ഇവിടെ ഒരു ചെറിയൊരു കർവേച്ചർ കുറഞ്ഞു പോയി, ക്ലിയർ ചെയ്ത് വരയ്ക്കാം. ഇവിടെ അതിപ്പോ നിൽക്കുന്നത് ഈ ഒരു ഇതിലാണ്. അപ്പൊ നമുക്കിവിടെ ഡിസ്റ്റൻസ് എന്ന് മാർക്ക് ചെയ്യാം. അവിടുത്തെ റേഡിയസ് നമുക്ക് വേണമെങ്കിൽ 6 എന്ന് മാർക്ക് ചെയ്യാം. സെന്ററിൽ നിന്നും 6 ഡിസ്റ്റൻസിലാണ് എന്ത് ചെയ്യുന്നത്, ആ ഒരു എലമെന്ററി തിക്നെസ് ഉള്ള സിലിണ്ടർ അവിടെ നിൽക്കുന്നത്. Then അവിടുത്തെ ടെമ്പറേച്ചർ എന്തായിരിക്കും, ലെറ്റ് ദ ടെമ്പറേച്ചർ ഡിഫറൻസ് ബിറ്റ്വീൻ ഇന്നർ ആൻഡ് ഔട്ടർ സർഫസ് ഓഫ് ദ ഷെൽ ബി d തീറ്റ. അപ്പൊ നമ്മൾ ഇപ്പൊ കൺസിഡർ ചെയ്ത ആ ഒരു എലമെന്ററി ഏരിയയിൽ അവിടുത്തെ ടെമ്പറേച്ചർ വേരിയേഷൻ എത്രയാണെന്ന് പറയുന്നത്, അവിടുത്തെ ടെമ്പറേച്ചർ വേരിയേഷൻ നമ്മളവിടെ d തീറ്റ എന്നാണ് പറയുന്നത്. ഓക്കെ, അപ്പൊ നമ്മൾ ഓവറോൾ എടുക്കുന്നതിന് പകരം ചെറിയൊരു ടെമ്പറേച്ചർ വേരിയേഷൻ കൺസിഡർ ചെയ്തിട്ട് എന്ത് ചെയ്യും, ടോട്ടലി ആണ് ഇന്റഗ്രേറ്റ് ചെയ്യും. അത് നമ്മുടെ സാധാരണ നമ്മൾ ഫസ്റ്റ് മൊമെന്റ് ഓഫ് ഇനർഷ്യ പഠിച്ച സമയത്ത്, S1 മൊമെന്റ് ഓഫ് ഇനർഷ്യ പഠിച്ച സമയത്ത് എന്താണ് ഇതേ മെത്തേഡാണ് ചെയ്തത്. എന്ത് ചെയ്യും, ഒരു ചെറിയൊരു പോർഷൻ മൊമെന്റ് ഓഫ് ഇനർഷ്യ ഡിറ്റർമിൻ ചെയ്തിട്ട് ഹോൾ ആയിട്ട് എന്ത് ചെയ്യും, ഇന്റഗ്രേഷൻ ചെയ്തെടുക്കുമായിരുന്നു. അപ്പൊ അതേപോലത്തെ ഒരു മെത്തേഡാണ് എന്ത് ചെയ്യുന്നത് ഇവിടെ നമ്മൾ ചെയ്യുന്നത്. ആദ്യം ഒരു എലമെന്ററി ഏരിയയുടെ ഹീറ്റിന്റെ ഇക്വേഷൻ ഡെവലപ്പ് ചെയ്യുക, അതിനുശേഷം എന്ത് ചെയ്താൽ മതി, ടോട്ടൽ ആയിട്ട് ഒന്ന് ഇന്റഗ്രേഷൻ ചെയ്താൽ മതി. ഓക്കെ, അപ്പൊ അതാണ് മെത്തേഡ്. അപ്പോൾ ഇത്രയും നമ്മളിപ്പോ ഇവിടെ എടുത്തു വെച്ചിട്ടുണ്ട്. ഇനി അടുത്ത് നോക്കുക. അടുത്ത് പറയുന്നത് നമുക്കറിയില്ല, റേഡിയൽ ഫ്ലോ റേറ്റ് ഓഫ് ഹീറ്റ് ഫ്ലോ എത്രയാണ്, റേറ്റ് ഓഫ് ഹീറ്റ് ഫ്ലോയുടെ ഇക്വേഷൻ ക്യൂവിന്റെ ഇക്വേഷൻ, Q is equal to മൈനസ് KA into d തീറ്റ ബൈ DR ആണ്. ഇതെന്താണ്, എലമെന്ററി ആ ഒരു റേറ്റ് ഓഫ് ഹീറ്റ് ഫ്ലോ ആണ്. നമുക്ക് എത്രത്തോളം ഹീറ്റ് അതൊരു ഫ്ലോ ചെയ്ത് പോകുന്നു എന്നുള്ള മെഷർമെന്റ് ആണ് എന്ത് ചെയ്യുന്നത് ഇവിടെ നമുക്ക് ക്യൂവിന്റെ വാല്യൂ പറഞ്ഞു തരുന്നത്. അപ്പോൾ Q is equal to മൈനസ് KA into d തീറ്റ ബൈ DR എന്ന് കിട്ടി. അപ്പൊ ഇനി നമുക്ക് എന്ത് ചെയ്യാം, ഇതില് എയുടെ വാല്യൂ അറിയണം. എ എന്താണ്, ഏരിയ ആണ്. അപ്പൊ നേരത്തെ നമുക്ക് സ്പിയർ ആയിരുന്നപ്പോൾ 4πr² എന്ന് പറഞ്ഞു. അപ്പൊ ഇവിടെ നമുക്കിപ്പോ ഒരു സിലിണ്ടറിക്കൽ ഷേപ്പ് അല്ലേ വന്നത്. അപ്പോൾ സിലിണ്ടറിക്കൽ ഷേപ്പ് ആവുമ്പോൾ നമ്മൾ എന്ത് ചെയ്യണം, സിലിണ്ടറിന്റെ ഏരിയ വേണം നമുക്ക് എന്ത് ചെയ്യണത് അവിടെ കൊടുക്കേണ്ടത്. അപ്പോൾ സിലിണ്ടറിന്റെ ഏരിയ നമുക്ക് എന്ത് എഴുതാം, ദാറ്റ് ഈസ് സിലിണ്ടറിക്കൽ ഏരിയ എന്ന് വെച്ചാൽ 2πr into L ആണ് എന്ത്, സിലിണ്ടറിന്റെ ഏരിയ ഇക്വേഷൻ എന്ന് പറയുന്നത്. അതുകൊണ്ട് എന്ത് ചെയ്യാൻ പറ്റും, നമുക്ക് ആ 2πr into L എന്ത് ചെയ്യാം ഇവിടെ കൊടുക്കാം. ഓക്കെ, 2πr into L അവിടെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുന്നു. ദാറ്റ് ഈസ് ഈക്വൽ ടു Q is equal to എന്താണ്, Q is equal to K into മൈനസ് ഉണ്ട് കേട്ടോ, മൈനസ് K into 2πRL K into d തീറ്റ ബൈ DR എന്ന് കിട്ടും. ഇതെന്താണ് ഇപ്പോൾ, ഇതെന്ന് പറയുന്ന അവിടുത്തെ റേറ്റ് ഓഫ് ഹീറ്റ് ഫ്ലോ ആണ്. അപ്പോൾ റേറ്റ് ഓഫ് ഹീറ്റ് ഫ്ലോ കാണിച്ചു. റേറ്റ് ഓഫ് ഹീറ്റ് ഫ്ലോ എഴുതി കഴിഞ്ഞാൽ ഇനി എന്ത് ചെയ്യണം, നമ്മൾ ഇതിനെ DR-ന്റെ ഇക്വേഷനിലോട്ട് കൺവേർട്ട് ചെയ്യണം. ഓക്കെ, DR-ന്റെ ഇക്വേഷനിലോട്ട് കൺവേർട്ട് ചെയ്തിട്ട് എന്ത് ചെയ്യാം, ആ ഇന്റഗ്രേഷൻ അപ്ലൈ ചെയ്യുക. അപ്പോൾ ഇവിടെ നമുക്കൊരു മൈനസ് സൈൻ കാണിക്കുന്നുണ്ടല്ലോ. അപ്പോൾ ഈ മൈനസ് സൈൻ നേരത്തെ ഡെറിവേഷൻ നോക്കിയാൽ നമുക്കൊരു മൈനസ് സൈൻ ഉണ്ടായിരുന്നു. അപ്പോൾ ഈ മൈനസ് സൈൻ നമ്മുടെ ഈ ഒരു ഇക്വേഷൻസിൽ വരേണ്ട മെയിൻ റീസൺ എന്ന് പറയുന്നത്, കാരണം ഈ മൈനസ് സൈൻ കാണിക്കുന്ന അവിടുത്തെ എന്താണ്, ആ ഒരു റേഡിയസ് കൂടുന്നതനുസരിച്ചിട്ട് R എന്ന് പറഞ്ഞൊരു വാല്യൂ ഉണ്ടല്ലോ, ഈ R എന്ന് പറഞ്ഞ വാല്യൂ എന്താണ്, അതിന്റെ റേഡിയസ് ആണ്. അപ്പോൾ ഈ റേഡിയസ് കൂടുന്നതനുസരിച്ച് എന്ത് ചെയ്യാൻ പറ്റും, അവിടെ ടെമ്പറേച്ചർ എന്ത് ചെയ്യും, ഡിക്രീസ് ചെയ്യും. ഓക്കെ, അപ്പോൾ റേഡിയസ് കൂടുന്നതനുസരിച്ച് അവിടെ ടെമ്പറേച്ചർ ഡിക്രീസ് ചെയ്യും. അപ്പോൾ അതിന്റെ മെയിൻ റീസൺ എന്ന് വെച്ച് കഴിഞ്ഞാൽ, റേഡിയസ് കൂടുക മീൻസ് ഇതിപ്പോ കോമൺലി ആ ഒരു സിലിണ്ടറിന്റെ കേസ്
ഇപ്പോൾ ഞാൻ കാണിച്ചിരുന്ന ഫിഗർ എന്ന് പറയുന്നത്. ഇവിടെ നമുക്ക് എലിമെന്ററി ഏരിയ കൺസിഡർ ചെയ്ത് കഴിഞ്ഞാൽ റേഡിയസ് കൂടുമ്പോൾ ഇത്രയും അവിടെ ഒരു ഓളിയും കൂടുകയാണ്. റേഡിയസ് കൂടുക മീൻസ് ഓളിയും കൂടുന്നു. അപ്പോൾ ഇത്രയും സൈസിൽ ആ ഒരു ടെമ്പറേച്ചർ അല്ലെങ്കിൽ ആ ഒരു സ്റ്റീം നിൽക്കുന്നതിനെ കാട്ടിയും ഇത്രയും കുറഞ്ഞ രീതിയിൽ നിന്ന് കഴിഞ്ഞാൽ എന്തായിരിക്കും, അവിടെ നമുക്ക് അത്രയും ടെമ്പറേച്ചർ കൂടിയിരിക്കും, അത്രയും കോൺസെൻട്രേഷൻ കൂടിയിരിക്കും. അതുകൊണ്ട് എന്ത് ചെയ്യുന്നത്, അവിടെ നമുക്ക് ടെമ്പറേച്ചർ കൂടുതൽ കിട്ടുന്നത്. അപ്പോൾ ഇങ്ങനെ ഏരിയ കൂടി കഴിഞ്ഞാൽ എന്ത് ചെയ്യും, ഏരിയ അല്ല ഇതിനകത്തുള്ള ഇന്നർ റേഡിയസ് കൂടി കഴിഞ്ഞാൽ എന്ത് ചെയ്യും, അത്രയും ഏരിയന് കിട്ടും, വോളിയം കിട്ടും. അപ്പോൾ അത്രയും കോൺസെൻട്രേഷൻ കുറവായിരിക്കും, എന്ത് ചെയ്യും, ടെമ്പറേച്ചർ അത്രയും പുറത്ത് വരത്തില്ല. ഓക്കെ, അപ്പോൾ അതാണ് പറഞ്ഞത് റേഡിയസിന്റെയും ആ ഒരു ടെമ്പറേച്ചറിന്റെ വേരിയേഷൻ എന്ത് ചെയ്യും, നമുക്ക് അവിടെ ആ ഒരു നെഗറ്റീവ് സൈൻ കൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഓക്കെ, അല്ല വേറെ ഒരു ഡയറക്ഷനും അങ്ങനെയൊന്നുമല്ല, എന്നാൽ ഒരു വേരിയേഷൻ മാത്രമാണ് എന്ത് ചെയ്യുന്നത്, നെഗറ്റീവ് സൈൻ അവിടെ കാണിക്കുന്നത്. ഇനി നമുക്ക് ഈ ഒരു ഇക്വേഷൻ എന്ത് ചെയ്യാം, ഒന്ന് റീഅറേഞ്ച് ചെയ്യാം. ഇപ്പോൾ നമ്മൾ എടുത്തു വെച്ചിട്ടുള്ള ഈ ഒരു ക്യൂവിന്റെ ഇക്വേഷൻ ഒന്ന് റീഅറേഞ്ച് ചെയ്യുക, നമുക്കൊന്ന് ഇന്റഗ്രേഷൻ അപ്ലൈ ചെയ്യണം. അതാണ് അടുത്ത സ്റ്റെപ്പ് എന്ന് പറയുന്നത്. ഇന്റഗ്രേഷൻ അപ്ലൈ ചെയ്യാനായിട്ട് ക്യൂ ഇൻറ്റു ഡി ആർ ബൈ ആർ എന്ന് കൊടുക്കുവാണ്, വിച്ച് ഈസ് ഈക്വൽ ടു മൈനസ്, ബാക്കി എന്തുണ്ട്, മൈനസ് ഉണ്ട്, 2π ആറില്ലല്ലോ, ആറ് ഇപ്പുറത്ത് കൊണ്ടുവന്നു, ആറ് പോയി കഴിഞ്ഞാൽ ബാക്കി എന്താണ് വരുന്നത്, ബാക്കി 2π ഇൻറ്റു എൽ ഉണ്ട്, ലെങ്ത് ഓഫ് ദ സിലിണ്ടർ ട്യൂബ്, ട്യൂബിന്റെ ലെങ്ത്. ബാക്കി നമുക്ക് കെ ഉണ്ട്, ഇന്റഗ്രൽ θ1 ടു θ2. നേരത്തെ പോലെ തന്നെ ആ ഒരു ഇന്റഗ്രേഷൻ വരുന്നത്, ലിമിറ്റ് കൊടുക്കുന്നത് ഇവിടെ എന്ത് വരും, ഇവിടെ ഇന്റഗ്രൽ r1 ടു r2 വരും, ദാറ്റ് ഈസ് ഡി തീറ്റ. ഓക്കെ, ഇതാണ് ഇന്റഗ്രേഷന്റെ ലിമിറ്റും ബാക്കി കാര്യങ്ങളും. ഇനി എന്ത് ചെയ്യാം, നമുക്ക് സോൾവ് ചെയ്യാം. ഇവിടെ നമുക്കിപ്പോൾ കിട്ടുന്നത് എന്താണ്, 1/r ആണ്. ഓക്കെ, നമുക്ക് 1/r ആണ്. അപ്പൊ ഇന്റഗ്രൽ 1/r എന്ന് വെച്ചാൽ എന്താണ്, അത് log r ആണ്. ഓക്കെ, ഇതറിയല്ലോ, 1/r എന്ന് വെച്ചാൽ ഇന്റഗ്രൽ 1/x എന്താണ്, അത് log x ആയിരിക്കും. 1/x ഇന്റഗ്രൽ 1/x dx എന്ന് വെച്ചാൽ അത് log x ആണ്. അപ്പോൾ നമുക്ക് ഇനി എന്ത് ചെയ്യാം, ഇവിടെ log x എന്ന് കിട്ടിയല്ലോ, log x എന്ന് പറഞ്ഞാൽ log r ആണ്, x ന്റെ സ്ഥാനത്ത് r ആണെങ്കിൽ log r കിട്ടും. അപ്പോൾ അപ്പർ ലിമിറ്റ് മൈനസ് ലോവർ ലിമിറ്റ് ചെയ്യുമ്പോൾ അപ്പർ ലിമിറ്റ് r സ്ക്വയർ ആണ്, അപ്പോൾ log r2 മൈനസ് log r1 എന്ന് വരും. ഇപ്പോൾ ലോഗ് ബേസ് ഇ ആണ്, ബേസ് ഇ ആണ്, നമുക്കിനി ബേസ് 10 മാറ്റാം. അതിനെ പ്രോബ്ലം ചെയ്യാനായിട്ട് അത് 2.303 ഇൻറ്റു ലോഗ് ബേസ് 10 നമ്മൾ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യും. അത് അത്രയും മാത്രമേ കൺവേർഷനിലുള്ളൂ. ഇവിടെ എനിക്ക് എന്ത് കിട്ടി, ക്യൂ ഇൻറ്റു ലോഗ് ബേസ് ഇ r2 മൈനസ് ലോഗ് ബേസ് ഇ r1 എന്ന് കിട്ടി. ഞാൻ ബാക്കി ഫിഗേഴ്സ് ഒന്ന് മാറ്റുവാണ് കേട്ടോ, ഡെറിവേഷൻ എഴുതാനായിട്ട് ബാക്കി ഫിഗേഴ്സ് ഒന്ന് മാറ്റുവാണ്. ഓക്കെ, അപ്പോൾ ബേസ് ഇ എന്ന് കിട്ടി. ബാക്കി ഇവിടെ റിസൾട്ട് എന്ത് കിട്ടും, ഇപ്പർ സൈഡിൽ ആ ഒരു LHS പാർട്ടിൽ തീറ്റ വാല്യൂ മാത്രമേ ഉള്ളൂ. അപ്പോൾ θ2 മൈനസ് θ1, അപ്പർ ലിമിറ്റ് മൈനസ് ലോവർ ലിമിറ്റ് എന്ന രീതിയിൽ മാത്രമേ നമുക്ക് എന്ത് കിട്ടത്തുള്ളൂ, അവിടുത്തെ ആൻസർ കിട്ടുള്ളൂ. മൈനസ് 2π kl ഇൻറ്റു θ2 മൈനസ് θ1 എന്ന് കിട്ടി. ഓക്കെ, ഇതല്ലേ കിട്ടത്തുള്ളൂ, കാരണം വേറെ വാല്യൂസ് ഒന്നും ഇല്ല. θ2 മൈനസ് θ1 ഉണ്ട്, അപ്പർ ലിമിറ്റ് മൈനസ് ലോവർ ലിമിറ്റ്. ഇനി നോക്കുക, ഇത് log a മൈനസ് log b ആണ്, log a മൈനസ് log b. അപ്പോൾ log a മൈനസ് log b എന്തായിരിക്കും, അതിന്റെ ഷോർട്ട് ഫോം എന്ന് വെച്ച് കഴിഞ്ഞാൽ സിംപ്ലിഫിക്കേഷൻ log a ബൈ b ആണ്. ഓക്കെ, log a ബൈ b, log a മൈനസ് log b എന്ന ഐഡന്റിറ്റിയുടെ സിംപ്ലിഫിക്കേഷൻ റിസൾട്ട് എന്ന് പറയുന്നത് എന്താണ്, ദാറ്റ് ഈസ് log a ബൈ b ആണ്. ഇപ്പോൾ ഇവിടെ എന്ത് കൊടുക്കാം, എയുടെ സ്ഥാനത്ത് r2, ബിയുടെ സ്ഥാനത്ത് r1 കിടക്കുന്നത്. അപ്പോൾ എനിക്ക് ഈ ഒരു ഇക്വേഷൻ എങ്ങനെ മോഡിഫൈ ചെയ്യാൻ പറ്റും, ഇവിടെ നമ്മൾ ഈ ഒരു ഇക്വേഷൻ കൊടുത്തു കഴിയുമ്പോൾ നമുക്ക് കിട്ടുന്ന വാല്യൂ മീൻസ് ദാറ്റ് ഈസ് log r2 മൈനസ് r1 എന്ന് കിട്ടും. ഓക്കെ, അപ്പോൾ ഈ ഒരു ഐഡന്റിറ്റി കൊടുത്താണ് എന്ത് ചെയ്ത് log r2 മൈനസ് log r1 log r2 ബൈ r1 എന്നാക്കി മാറ്റിയത്. അപ്പോൾ ക്യൂ അവിടെ അതുപോലെ തന്നെ ഉണ്ട്, ബാക്കി എന്തായി മാറി, log r2 ബൈ r1 എന്നായിട്ട് മാറി. അപ്പോൾ LHS എന്തുണ്ട്, RHS നമുക്ക് അവിടെ മൈനസ് 2π, ഇതേ വാല്യൂസ് തന്നെ എന്ത് ചെയ്യും അവിടെ വരും, മൈനസ് 2π ഇൻറ്റു kl θ2 മൈനസ് θ1 എന്നായിട്ട് മാറി. ഇനി വേറെ ഒന്നുമില്ല, കെയുടെ ഇക്വേഷൻ കണ്ടുപിടിച്ചാൽ മതി, ബാക്കിയുള്ള സ്റ്റെപ്സും ആയിട്ടുണ്ട്. ഇനി എന്ത് മതി, കെയുടെ ഇക്വേഷനിലോട്ട് കൺവേർട്ട് ചെയ്താൽ മതി. അപ്പോൾ കെയുടെ ഇക്വേഷനിലോട്ട് കൺവേർട്ട് ചെയ്യുമ്പോൾ എന്ത് കിട്ടും, കെ ഈസ് ഈക്വൽ ടു ക്യൂ ഇൻറ്റു, ഇത് അങ്ങോട്ടും ഇങ്ങോട്ടും കൊടുത്ത് അറേഞ്ച് ചെയ്യാം കേട്ടോ, ക്യൂ ഇൻറ്റു ലോഗ് r2 ബൈ r1 ഡിവൈഡഡ് ബൈ 2π. നമ്മൾ മൈനസ് ഇതിനകത്തോട്ട് കൊടുക്കും, ഇവിടുത്തെ ഈ ഒരു മൈനസ് എന്ത് ചെയ്യും, ഇതിനകത്തോട്ട് കൊടുക്കും. ഇതിന്റെ അകത്ത് കൊടുത്തു കഴിഞ്ഞാൽ ഇത് തിരിച്ചു വരും, ദാറ്റ് ഈസ് θ1 മൈനസ് θ2 എന്നായിട്ട് മാറും. ഈ ഒരു മൈനസ് കൊടുത്ത് അകത്തോട്ട് കൊടുത്തു കഴിഞ്ഞാൽ അത് θ1 മൈനസ് θ2 എന്നായിട്ട് മാറും. അപ്പോൾ അതുകൊണ്ട് നമുക്ക് ഇവിടെ മാറ്റിയിട്ട് കൊടുക്കാം, ദാറ്റ് ഈസ് 2π kl ഇൻറ്റു θ1 മൈനസ് θ2 എന്നായിട്ട് മാറി. എന്ത് ചെയ്തു, സൈൻ ഒന്ന് ചേഞ്ച് ചെയ്ത് കൊടുത്തു, അത് മാത്രമേ ഇവിടെ മാറ്റം വരുള്ളൂ. സൈൻ എന്ത് ചെയ്തു, ഞാൻ ചേഞ്ച് ചെയ്ത് കൊടുത്തിട്ടുണ്ട്.
അപ്പോൾ ഇതിൽ ഇനി മാറ്റേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ ലോഗ് ബേസ് ഇ ആയിരുന്നു. അപ്പോൾ നമുക്ക് ലോഗ് ബേസ് ഇ കാൽക്കുലേഷൻ പാടാൻ എന്ത് ചെയ്യുക, 2.203 ലോഗ് ബേസ് 10 ആക്കി മാറ്റുക. അവിടെ 2.203 എന്ത് ചെയ്യുക കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുക. ദാറ്റ് ഈസ് 2.303 ഇൻറ്റു q ഇൻറ്റു ലോഗ് R2 മൈനസ് R2 ബൈ R1 എന്നായിട്ട് മാറും, ഡിവൈഡഡ് ബൈ 2 പൈ ഇൻറ്റു, ഇവിടെ k വരത്തില്ലല്ലോ കാരണം k നമ്മൾ ഇപ്പോഴത്തെ എഴുതിയില്ലേ. ഓക്കെ, k വരത്തില്ല, k ക്യാൻസൽ ചെയ്യാം. 2 പൈ L ഇൻറ്റു θ1 മൈനസ് θ2 എന്നായിട്ട് മാറും. കണ്ടോ, ഇതാണ് ഇപ്പോൾ അവിടുത്തെ തെർമൽ കണ്ടക്ടിവിറ്റി അല്ലെങ്കിൽ ആ ഒരു റേഡിയൽ ഫ്ലോ ഓഫ് ഹീറ്റുമായി ബന്ധപ്പെട്ട് വരുന്ന തെർമൽ കണ്ടക്ടിവിറ്റിയുടെ ഇക്വേഷൻ. അപ്പോൾ ഈ ഒരു ഇക്വേഷൻ വെച്ചുകൊണ്ട് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, എത്രത്തോളം ഹീറ്റ് അവർ സപ്ലൈ ചെയ്യുന്നത്, എത്രത്തോളം അവരുടെ മൂവ്മെന്റ്, എന്തൊക്കെയാണ് അതിന്റെ വേരിയേഷൻ എന്നൊക്കെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, സ്റ്റഡി ചെയ്യാൻ പറ്റും. അതിപ്പോൾ ഈ ഒരു ഇക്വേഷൻ ഇപ്പോൾ കിടക്കുന്ന കെയുടെ ഫോമിലാണ് കിടക്കുന്നത്. അപ്പോൾ കെയുടെ ഫോമിൽ കിടന്നു കഴിഞ്ഞാൽ നമ്മളിപ്പോൾ ഇക്വേഷൻ കൊടുക്കുമ്പോൾ നമുക്ക് എന്തേ കിട്ടത്തുള്ളൂ, അവിടുത്തെ തെർമൽ കണ്ടക്ടിവിറ്റി ഓഫ് മെറ്റീരിയൽ കിട്ടത്തുള്ളൂ. ഇപ്പോൾ നമ്മൾ റബ്ബർ ട്യൂബാണ് യൂസ് ചെയ്യുന്നത്, റബ്ബർ ട്യൂബിന്റെ തെർമൽ കണ്ടക്ടിവിറ്റി എന്ത് ചെയ്യാൻ പറ്റും, ഇതുവഴി നമുക്ക് കണ്ടുപിടിക്കാൻ പറ്റും. ഇല്ല നമ്മളിപ്പോൾ ഒരു കോപ്പർ പൈപ്പാണ് എക്സ്പെരിമെന്റൽ സെറ്റപ്പിൽ യൂസ് ചെയ്യുന്നതെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം, കോപ്പർ പൈപ്പിന്റെ തെർമൽ കണ്ടക്ടിവിറ്റി കണ്ടുപിടിക്കാൻ പറ്റും. അപ്പോൾ ഇതിന് ആപ്ലിക്കേഷൻ ലെവലിൽ നോക്കുന്ന സമയത്ത് എന്ത് ചെയ്യുക, ഇതിനെ തിരിച്ച് ചിന്തിക്കുക. കാരണം നമ്മുടെ ക്യൂവിന്റെ വാല്യൂ കണ്ടുപിടിച്ചാൽ മതി. എത്രത്തോളം ഹീറ്റ് ഒരു ഫ്ലോ ചെയ്ത് പോകും, എത്രത്തോളം അതിന്റെ ഹീറ്റ് എബിലിറ്റി, ഹീറ്റ് കപ്പാസിറ്റി എന്താണ്, റേറ്റ് ഓഫ് ഹീറ്റ് ഫ്ലോ നമുക്ക് ഡിറ്റർമിൻ ചെയ്യുന്നത് എന്ത് ചെയ്യുക, ആ ക്യൂവിന്റെ ടേംസിലോട് ഇതിനെ ഇക്വേഷൻ മാറ്റുക. അങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ട് റീഅറേഞ്ച് ചെയ്ത് എന്ത് ചെയ്യാൻ പറ്റും, നമുക്ക് ഇവിടുത്തെ ആ ഒരു വാല്യൂ, തെർമൽ കണ്ടക്ടിവിറ്റി ആണെങ്കിൽ തെർമൽ കണ്ടക്ടിവിറ്റി, റേറ്റ് ഓഫ് ഹീറ്റ് ഫ്ലോ ഇതൊക്കെ എന്ത് ചെയ്യാൻ പറ്റും, ഈ ഒരു ഇക്വേഷൻ യൂസ് ചെയ്ത് തന്നെ നമുക്ക് കണ്ടുപിടിക്കാൻ പറ്റും. അപ്പോൾ ഇതാണ് നമുക്ക് സിലിണ്ടറിക്കൽ ഫ്ലോ ഓഫ് ഹീറ്റിൽ ഡിസ്കസ് ചെയ്യാനുള്ളത്. തൊട്ട് മുന്നേ നമ്മൾ ഡിസ്കസ് ചെയ്തത് സ്പെറിക്കൽ ഷെല്ലാണ്, ദാറ്റ് ഈസ് റേഡിയൽ ഫ്ലോ ഹീറ്റ് ആണ്. ഓക്കെ, അപ്പോൾ ഇതൊക്കെ ഒന്ന് ഇമ്പോർട്ടൻസ് ടോപ്പിക്സ് ആണ്, നോക്കി വെച്ചേക്കുക. ഡെറിവേഷൻ ഏറ്റവും സിമ്പിൾ ആയിട്ട് ഡെറിവേഷൻ ആണ്. അപ്പോൾ സ്റ്റെപ്സ് എന്താണ്, സ്റ്റെപ്സ് ആദ്യം ക്യൂവിന്റെ വാല്യൂ കണ്ടുപിടിക്കുക. ക്യൂവിന്റെ വാല്യൂ കണ്ടുപിടിക്കാനായിട്ട് ആദ്യം dr എന്നുള്ള സ്മോൾ എലമെന്റ് കൺസിഡർ ചെയ്യുക, അതിനുശേഷം അത് വെച്ച് ഇക്വേഷൻ ഫോം ചെയ്യുക. പിന്നെ എന്ത് ചെയ്യുക, ആ ലിമിറ്റ് വെച്ചുകൊണ്ട് ഇന്റഗ്രേഷൻ കൊടുക്കുക. അപ്പോൾ ലിമിറ്റ് വെച്ച് ഇന്റഗ്രേഷൻ കൊടുക്കുമ്പോൾ സ്പെറിക്കൽ ഷെല്ല് ഇതൊരു ഹോളോ സിലിണ്ടർ ആയതുകൊണ്ട് തന്നെ R2 R1 എന്തൊരു രണ്ട് റേഡിയസ് അവിടെ വരും. അപ്പോൾ അതായിരിക്കും എന്താ അവിടുത്തെ ലിമിറ്റ് എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് നമ്മൾ എന്ത് ചെയ്യേണ്ടത്, ഈ ഒരു സെക്ഷനിൽ ഡീറ്റെയിൽ ആയിട്ട് നോക്കേണ്ടത്. ഏറ്റവും ഇമ്പോർട്ടൻറ്റ് ലിഗസ് ഡിസ്കിലേക്ക് വരുന്നതാണ് ഈ ഒരു സിലിണ്ടറിക്കൽ ഫ്ലോയും അതുപോലെ തന്നെ ഒരു സ്പെറിക്കൽ ഷെല്ലിന്റെ കേസ്. ഓക്കെ, അപ്പോൾ ഇത് രണ്ടും ക്ലിയർ ആയിട്ടൊന്ന് നോക്കുക. നെക്സ്റ്റ് നമ്മൾ നോക്കാൻ പോകുന്ന ദ എക്സ്പെരിമെന്റ് ടു ഫൈൻഡ് ദ തെർമൽ കണ്ടക്ടിവിറ്റി ഓഫ് റബ്ബർ. ഓക്കെ, നമുക്ക് ഈ ഒരു ചാപ്റ്ററിൽ നിന്ന് നിങ്ങളുടെ പ്രാക്ടിക്കൽ സെക്ഷൻ നോക്കിക്കഴിഞ്ഞാൽ ഫിസിക്സിന്റെ പ്രാക്ടിക്കൽസ് വരുന്നത് എങ്ങനെയാണ്, ഓരോ ചാപ്റ്റർ ബേസ് ചെയ്താണ് നിങ്ങൾക്ക്, അല്ലെങ്കിൽ ഓരോ ടോപ്പിക് ബേസ് ചെയ്താണ് പ്രാക്ടിക്കൽസ് വന്നിട്ടുള്ളത്. ഇപ്പോൾ ലീസ് ഡിസ്ക് ഉണ്ട്, തെർമൽ കണ്ടക്ടീവ് റബ്ബർ, അപ്പോൾ ഇതൊക്കെ രണ്ടും ഈ ഒരു ചാപ്റ്റർ ബന്ധപ്പെട്ട് വരുന്നതാണ്. നിങ്ങൾ തൊട്ട് മുന്നേ കഴിഞ്ഞ വർഷം കഴിഞ്ഞ സെമിൽ പഠിച്ച ഫ്ലൈ വീല്, ദെൻ കോമ്പൗണ്ട് ബാർ പെൻഡുലം, ഇതൊക്കെ നമ്മുടെ ഫസ്റ്റ് ചാപ്റ്റർ മൊമെന്റ് ഓഫ് ഇനർഷ്യയുമായി ബന്ധപ്പെട്ട് വരുന്നതാണ്. പിന്നെ അവിടെ പഠിക്കുന്ന ഒരു കോമ്പൗണ്ട് ബാർ പെൻഡുലം ഉണ്ട്, കാറ്റസ് പെൻഡുലം, ഇതൊക്കെ വരുന്നത് എന്തിലാണ്, അതൊക്കെ വരുന്നത് ഓസിലേഷൻ ആൻഡ് വേവ്സ് ആ ഒരു ചാപ്റ്ററിലാണ് വരുന്നത്. അപ്പോൾ ഓരോ ചാപ്റ്റർ ബേസിൽ എന്ത് ചെയ്ത് നമുക്ക് പ്രാക്ടിക്കൽസ് വരുന്നത്. അപ്പോൾ ഇപ്പോൾ കോംപ്ലിമെന്ററി സബ്ജക്റ്റുകാർക്ക് വൈവ ഉണ്ടോ എന്ന കാര്യം ഉറപ്പില്ല. ഓരോ ചില സമയത്ത് കാണും, ചില സമയത്ത് കാണത്തില്ല. പ്യൂർ ഫിസിക്സ് ആണെങ്കിൽ അവർക്ക് വൈവ കാണും. അപ്പോൾ വൈവ എന്ത് ചെയ്യുക, വൈവ സെക്ഷൻ ചോദിക്കുന്നെങ്കിൽ അത് നമ്മൾ ഈ ഒരു ചാപ്റ്റർക്ക് ബന്ധപ്പെട്ടാണ് ചോദിക്കുന്നത്. അപ്പോൾ ഈ ഒരു സെക്ഷനൊക്കെ എന്ത് ചെയ്യുക, ഫ്രീക്വന്റ് ആയിട്ട് എടുത്ത് വായിച്ചു വെക്കുക. അത് ഞാൻ മെയിൻ ഫിസിക്സുകാരുടെ കാര്യം പറഞ്ഞ്, കോംപ്ലിമെന്ററി ഫിസിക്സുകാർക്ക് വൈവ ഉണ്ടോ എന്ന് ടീച്ചേഴ്സിനെ ചോദിച്ചു നോക്കുക, വൈവ ഉണ്ടോ എങ്ങനെയാണെന്നുള്ളത്. ഇങ്ങനെ എന്ത് ചെയ്യുക, ഈ ഒരു സെക്ഷനൊക്കെ എടുത്തൊന്ന് വായിച്ചു നോക്കുക. ഇതിനൊക്കെ ഇരിക്കുന്ന വൈവ ക്വസ്റ്റ്യൻസ് ചോദിക്കും. ഇപ്പോൾ തെർമൽ കണ്ടക്ടിവിറ്റി എന്താണെന്ന് ചോദിക്കാം, ഹീറ്റ് കപ്പാസിറ്റി എന്താണെന്ന് ചോദിക്കാം. ഇതൊക്കെ ആയിട്ട് വരുന്ന ക്വസ്റ്റ്യൻസ്. ഓക്കെ, അപ്പോൾ നമുക്ക് ഇനി എക്സ്പെരിമെന്റിലോട്ട് കിടക്കാം. അപ്പോൾ ഇതിനായിട്ട് ഇതാണ് എക്സ്പെരിമെന്റ് അറേഞ്ച്മെന്റ്, ഒരു ഹീറ്റിംഗ് അറേഞ്ച്മെന്റ് ആണ്. ഇതിൽ നമുക്ക് ഒരു ബർണറോ അല്ലെങ്കിൽ ഒരു ഹീറ്റിംഗ് എലമെന്റ് ഹീറ്ററോ വെച്ചിട്ട് എന്ത് ചെയ്യാം, ഇതിനെ ഹീറ്റ് ചെയ്യാൻ പറ്റും. ഹീറ്റ് ചെയ്യുമ്പോൾ ഇതിനകത്ത് വാട്ടർ ആണ്, വാട്ടറിന്റെ ബോയിൽ ഇവോപ്പറേഷൻ വഴി സ്റ്റീം ജനറേറ്റ് ചെയ്യും. ഈ ജനറേറ്റ് ചെയ്യുന്ന സ്റ്റീം എന്ത് ചെയ്യും, ഇതുവഴി ബൈപ്പാസ് ചെയ്യും. അപ്പോൾ ഇതിനകത്ത് എന്ത് കാണും, വാട്ടർ കാണും. ഇതിനകത്ത് കോൾഡ് വാട്ടർ, നോർമൽ ടെമ്പറേച്ചർ, റൂം ടെമ്പറേച്ചറിലുള്ള വാട്ടർ ആയിരിക്കും കാണുന്നത്. അപ്പോൾ ഈ വാട്ടറിൽ വെച്ച് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, വാട്ടറിലൊരു ടെസ്റ്റ്, ഒരു തെർമോമീറ്റർ നമ്മൾ ഇമേഴ്സ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഈ തെർമോമീറ്ററിൽ എന്ത് ചെയ്യാൻ പറ്റും, ഇത് സയന്റിഫിക് തെർമോമീറ്റേഴ്സ് ആണ്, നമ്മൾ ബോഡി ടെമ്പറേച്ചർ മെഷർ ചെയ്യുന്ന തെർമോമീറ്റേഴ്സ് അല്ല, ഇത് കുറച്ച് വലിയ തെർമോമീറ്റേഴ്സ് ആണ്. നമുക്ക് അറ്റ്മോസ്ഫിയറിക് ടെമ്പറേച്ചർ ഒക്കെ എന്ത് ചെയ്യാൻ പറ്റും, ഇതുവഴി ഡിറ്റർമിൻ ചെയ്യാൻ പറ്റും. അപ്പോൾ അതും ഇതിനകത്തുള്ള വേരിയേഷൻ ഡിറ്റർമിൻ ചെയ്തായിരിക്കും നമ്മൾ എന്ത് ചെയ്യുന്നത്, അവിടെ എക്സ്പെരിമെന്റ് ചെയ്യുന്നത്. ഇനി നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് എങ്ങനെയാണ് എക്സ്പെരിമെന്റ് ചെയ്യുന്നത് നോക്കാം. അപ്പോൾ നോക്കാം. അപ്പോൾ ഇതാണ് അതിനകത്തുള്ള അറേഞ്ച്മെന്റ്. നമ്മൾ ഈ കണ്ടില്ലേ, ഈ ഒരു സെറ്റപ്പിനകത്ത് ഇരിക്കുന്നതാണ് E3 എന്ന് പറയുന്നത്. ഇവിടെ എന്തൊക്കെയുണ്ട്, ഇവിടെ ഒരു കണ്ടെയ്നർ ഉണ്ട്, ഒരു സ്റ്റീൽ കണ്ടെയ്നർ ഉണ്ട്. അപ്പോൾ ഈ സ്റ്റീൽ കണ്ടെയ്നറിൽ നമ്മൾ എന്ത് ചെയ്യുവാണ്, ഒരു വുഡൻ ബോക്സ് ആണ്. ചില ലാബ് സപ്ലൈസ് കൊടുക്കുന്ന സമയത്ത് അത് വുഡൻ ബോക്സ് ആയിരിക്കും, ഇല്ലെങ്കിൽ എന്താ അതൊരു
സ്റ്റീൽ ആയിരിക്കാം. അപ്പോൾ സ്റ്റീൽ കോട്ടിംഗ് ആയിരിക്കും ചിലപ്പോൾ അതിനകത്ത് എന്തായാലും വുഡൻ ബോക്സ് ആയിരിക്കും കൂടുതൽ വരുന്നത്. ഇല്ലെങ്കിൽ സ്റ്റീൽ വെച്ചതിന് ശേഷം കൂളാൻ ഇത് വയ്ക്കും. ഓക്കെ, ഒന്നുകിൽ അവിടെ എന്ത് വയ്ക്കും, പൂൾ വയ്ക്കും പമ്പിൽ. കാരണം നമുക്ക് അത്രയും ടെമ്പറേച്ചർ എന്ത് ചെയ്യാൻ പാടില്ല, ഡിസിപ്പേറ്റ് ചെയ്ത് പോകാൻ പാടില്ല. അപ്പോൾ അതുകൊണ്ടാണ് എന്ത് ചെയ്യുന്നത്, ഒന്നി വുഡൻ ആയിരിക്കും വെക്കുന്നത്, അല്ലെങ്കിൽ എന്ത് ചെയ്യും നമ്മൾ പഞ്ഞിയോ അങ്ങനെ കോട്ടൺസോ അങ്ങനെ എന്തെങ്കിലും ആയിരിക്കും അതിനകത്ത് പ്ലേസ് ചെയ്ത്, പോളിസ്റ്റർ കോട്ടൺസോ അങ്ങനെ എന്തെങ്കിലും അതിൻ്റെ ഇടയിൽ പ്ലേസ് ചെയ്തിരിക്കും. അപ്പോൾ അതാണ് ആദ്യത്തെ സെറ്റപ്പ് എന്ന് പറയുന്നത്. അപ്പോൾ എക്സ്പെരിമെന്റ് കണ്ടക്ട് ചെയ്യാനായിട്ട് ആദ്യം നമ്മൾ ചെയ്യുന്നത് ഒരു സ്റ്റീമുമായിട്ട് എന്ത് ചെയ്യും, ഇത് കണക്ട് ചെയ്യും. ഇതാണ് ട്യൂബ് എന്ന് പറയുന്നത്. ഈ കാണിച്ചിട്ടുള്ളത് എന്താണ്, ഇതവിടുത്തെ ഇതാണ് കോപ്പർ, സോറി, ആ ഒരു റബ്ബർ ട്യൂബ് എന്ന് പറയുന്നത്. അപ്പോൾ ഈ ഒരു റബ്ബർ ട്യൂബിനകത്താണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, സ്റ്റീം ഇൻലെറ്റ് ചെയ്ത് കൊടുക്കുന്നത്. അപ്പോൾ ഇത് നമ്മൾ ഇമ്മേഴ്സ് ചെയ്തിരിക്കുന്ന ഒരു വാട്ടറിലാണ്. അതൊരു ബീക്കർ ഉണ്ട്, ഈ ബീക്കറിനകത്ത് എന്തുണ്ട്, വാട്ടർ ഉണ്ട്. വാട്ടറിലായിരിക്കും ഇനി ഇമ്മേഴ്സ് ചെയ്തിരിക്കുന്നത്. നെക്സ്റ്റ് ഒരു തെർമോമീറ്ററും കൂടി നമ്മൾ ഇവിടെ പ്ലേസ് ചെയ്തിട്ടുണ്ട്. പിന്നെ സൈഡിൽ ഒരു സ്റ്റിറർ ആണ്. ഈ സ്റ്റിററിന്റെ യൂസ് എന്ന് വെച്ചാൽ നമുക്ക് ഇതിനെ ടെമ്പറേച്ചർ ഒന്ന് യൂണിഫോം ആക്കാൻ വേണ്ടി സ്റ്റിറർ യൂസ് ചെയ്യുന്നത്. ഇപ്പോൾ ഒരു സ്റ്റീം പാസ് ചെയ്യുമ്പോൾ ഇത് ഈ വാട്ടറിന് തൊട്ടടുത്തുള്ള, ഈ ഒരു ട്യൂബിന് തൊട്ടടുത്തുള്ള വാട്ടർ മാത്രമേ എന്ത് ചെയ്യത്തുള്ളൂ, കുറച്ച് ചൂടാവത്തുള്ളൂ. അപ്പോൾ അതൊന്ന് യൂണിഫോം ആക്കിയാൽ മാത്രമേ നമുക്ക് തെർമോമീറ്ററിൽ എന്ത് ചെയ്യത്തുള്ളൂ, റീഡിങ്സ് കാണിക്കത്തുള്ളൂ. അപ്പോൾ അതിന് വേണ്ടി എന്ത് ചെയ്യുന്നത്, നമ്മളവിടെ സ്റ്റിറർ യൂസ് ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ ഒന്നുകൂടി അതിന്റെ ഡെഫിനിഷൻ വായിച്ചു തരാം. ദാറ്റ് ഈസ് ഡബ്ല്യു, ഫസ്റ്റ് നമുക്ക് എന്ത് ചെയ്യണം, ഇതിന്റെ മാസ് ഡിറ്റർമിൻ ചെയ്യണം. ആദ്യം MD കലോറിമീറ്ററിന്റെ മാസ് നമുക്ക് ഡിറ്റർമിൻ ചെയ്യണം. അപ്പോൾ ഇതിനകത്ത് നമ്മൾ വയ്ക്കുന്ന ഈ ഒരു ബീക്കർ സെക്ഷൻ, ഈ ബീക്കറോട് ഇരിക്കുന്ന എന്താണ്, അതവിടുത്തെ കലോറിമീറ്റർ ആണ്. കലോറിമീറ്റർ നിങ്ങൾ കണ്ടിട്ടുണ്ടായിരിക്കും പ്ലസ് ടു പ്രാക്ടിക്കൽസിലൊക്കെ. വെർനിയർ സ്കെയിൽ യൂസ് ചെയ്ത് വെർനിയറിന്റെ സ്കെയിൽ നമ്മൾ ആ ഒരു മെഷർമെന്റ്, ഡയമീറ്റർ ഓഫ് ദ കലോറിമീറ്റർ എന്ന് പറഞ്ഞൊരു എക്സ്പെരിമെന്റ്, ഡെപ്ത് ഓഫ് ദ കലോറിമീറ്റർ എന്ന് പറഞ്ഞൊരു എക്സ്പെരിമെന്റ് ഉണ്ടായിരുന്നു. അപ്പോൾ അത് ചെയ്തിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് കലോറിമീറ്റർ എന്ന് അറിയാൻ പറ്റും. ഒരു കോപ്പർ കളറിലിരിക്കും. ഏകദേശം നമ്മുടെ ഡാനിയൽ സെല്ലിന്റെ ഒക്കെ സെല്ലുകൾ ഇരിക്കാം കാണാനായിട്ട്. കോപ്പർ കളറിലായിരിക്കും. കോപ്പർ കണ്ടെയ്നർ, ഒരു ബീക്കർ, കോപ്പർ ബീക്കർ ഇരിക്കും. അപ്പോൾ അതാണ് കലോറിമീറ്റർ എന്ന് പറയുന്നത്. അപ്പോൾ ഈ ഒരു കലോറിമീറ്റർ നമ്മൾ എന്ത് ചെയ്യുന്നുണ്ട്, ഇതിനകത്തൊരു കലോറിമീറ്റർ പ്ലേസ് ചെയ്യുന്നുണ്ട്. അപ്പോൾ ഈ കലോറിമീറ്ററിന്റെ ആദ്യം എന്ത് ചെയ്യുക, വെയിറ്റ് മെഷർ ചെയ്യുക. അപ്പോൾ W1 എന്ന് പറഞ്ഞാൽ കലോറിമീറ്ററിന്റെ വെയിറ്റ് ആണ്. W1 കലോറിമീറ്ററിന്റെ വെയിറ്റ്. അടുത്ത് എന്ത് ചെയ്യുന്നുണ്ട്, ഒരു 2/3 ഓഫ് ദ പോർഷൻ ഓഫ് കലോറിമീറ്റർ നമ്മൾ എന്ത് ചെയ്യുന്നു, കോൾഡ് വാട്ടർ കൊണ്ട് ഫില്ല് ചെയ്യുകയാണ്. അപ്പോൾ അതാണ് ഈ ഒരു ഫിഗറിൽ എന്ത് ചെയ്യുന്നത്, വാട്ടർ ഫില്ല് ചെയ്തിരിക്കുന്നത്. ഇവിടെ നമുക്ക് വാട്ടർ ഫില്ല് ചെയ്തിട്ടുണ്ട്. ഈ ഒരു പോർഷൻ വരെ വാട്ടർ ഫില്ല് ചെയ്തിട്ടുണ്ട്, കണ്ടോ. ഇതൊരു വാട്ടർ ഫില്ല് ചെയ്യുന്നത് ഏകദേശം കംപ്ലീറ്റ് ആയിട്ടല്ല, ഒരു 2/3 പോർഷൻ വരെ എന്തെയുള്ളൂ, വാട്ടർ ഫില്ല് ചെയ്യുന്നുള്ളൂ. അപ്പോൾ ഇത് MD കലോറിമീറ്ററിന്റെ വെയിറ്റ് ആണ് W1. ഇനി ഞാൻ എന്ത് ചെയ്തു, ഇവിടെ വാട്ടർ കൂടി ആഡ് ചെയ്തു. ഇനി വാട്ടർ കൂടി ആഡ് ചെയ്യുമ്പോഴുള്ള വെയിറ്റ് എത്രയാവാം, ദാറ്റ് ഈസ് ദ വാട്ടർ കൂടി ആഡ് ചെയ്യുമ്പോൾ അവിടുത്തെ വെയിറ്റ് എന്ന് വെച്ചാൽ ടോട്ടൽ വെയിറ്റ് W2 ആയിരിക്കാം. അപ്പോൾ അവിടുത്തെ വാട്ടറിന്റെ മാസ് എന്തായിരിക്കാം, ഇതിപ്പോൾ വാട്ടർ കൂടി ഞാൻ ആഡ് ചെയ്തതിന് ശേഷമുള്ള വെയിറ്റ് ആണ് W2. ഇത് MD കലോറിമീറ്ററിന്റെ, ഇത് വാട്ടർ കൂടി ആഡ് ചെയ്തതിന് ശേഷമുള്ളത്. അപ്പോൾ നമ്മൾ എത്ര വെയിറ്റ് വാട്ടർ ആഡ് ചെയ്ത് നോക്കണം, എന്ത് ചെയ്താൽ മതി, ഈ ഒരു കലോറിമീറ്ററിന്റെ വെയിറ്റിൽ നിന്ന് ഈ വാട്ടറും കൂടിയുള്ള വെയിറ്റ് എന്ത് ചെയ്താൽ മതി, കുറച്ചാൽ മതി. അല്ലാതെ നമുക്ക് വെള്ളത്തിന്റെ വെയിറ്റ് എടുക്കാൻ വേറെ ഓപ്ഷൻ ഇല്ലല്ലോ. അതുകൊണ്ടാണ് എന്ത് ചെയ്തത്, കലോറിമീറ്ററിന്റെ വെയിറ്റ് എടുത്തതിന് ശേഷം കലോറിമീറ്ററും വാട്ടറും വെച്ച് വെയിറ്റ് എടുക്കും. അതിനുശേഷം എന്ത് ചെയ്യും, ഇതിനെ നമ്മൾ സെപ്പറേറ്റ് ചെയ്യും. അപ്പോൾ ആ ഒരു ടൈം നമുക്ക് എന്ത് കിട്ടും, നോർമൽ വെയിറ്റ് കിട്ടും, അല്ലെങ്കിൽ എത്ര വാട്ടർ ആണ് അതിനകത്ത് ഉള്ളതെന്ന് കിട്ടും. അപ്പോൾ ഇതൊക്കെ അറിയെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റൂ, ആ ഇക്വേഷനിൽ കൊടുത്ത് അവിടെ കണ്ടുപിടിക്കാൻ പറ്റത്തുള്ളൂ. അപ്പോൾ അതുകൊണ്ട് നമ്മളിപ്പോൾ ഈ വെയിറ്റ് ഒക്കെ അവിടെ എടുക്കുന്നത്. ഇതൊക്കെ പ്രൊസീജിയർ ആയിട്ട് എന്ത് ചെയ്യേണ്ടി വരും. നമ്മളിപ്പോൾ ലാബിൽ പ്രാക്ടിക്കൽ ചെയ്യുവാണെങ്കിൽ ഇതെല്ലാം പ്രൊസീജിയർ ആയിട്ട് എന്ത് ചെയ്യേണ്ടി വരും, നമ്മളവിടെ എക്സിക്യൂട്ട് ചെയ്യേണ്ടി വരും. അപ്പോൾ W1 കണ്ടുപിടിച്ചു. ഇനി നമ്മൾ ഫസ്റ്റ് ചെയ്യുന്നത്, ആദ്യം എന്ത് ചെയ്യുക, ഇവിടെ നമ്മൾ ഹീറ്റ് ഒക്കെ അപ്ലൈ ചെയ്യുന്നതിന് മുന്നേ തന്നെ ഇവിടെ ട്യൂബ് വെക്കുന്നതിന് മുമ്പ് ഇതിന്റെ ടെമ്പറേച്ചർ നോട്ട് ചെയ്ത് വെക്കണം. ഈ ഒരു വെള്ളത്തിന്റെ, ഇപ്പൊ നമ്മൾ എടുത്തല്ലോ ഒരു വാട്ടർ, കോൾഡ് വാട്ടർ, അപ്പോൾ അതിന്റെ ടെമ്പറേച്ചർ നമ്മൾ എന്ത് ചെയ്യണം, അവിടെ നമ്മൾ ഒരു സെൻസിറ്റീവ് ആയിട്ടുള്ള തെർമോമീറ്റർ, സെൻസിറ്റീവ് തെർമോമീറ്റർ മീൻസ് നമ്മുടെ ബോഡി ടെമ്പറേച്ചർ മെഷർ ചെയ്യാൻ യൂസ് ചെയ്യുന്നതല്ല, ആക്യുറേറ്റ് ആയിട്ട് സയന്റിഫിക് പർപ്പസിന് വേണ്ടിയിട്ടുള്ള തെർമോമീറ്റേഴ്സ് ഉണ്ട്. അപ്പോൾ അത് യൂസ് ചെയ്ത് എന്ത് ചെയ്യുക, അല്ലെങ്കിൽ ഡിജിറ്റൽ തെർമോമീറ്റേഴ്സ് യൂസ് ചെയ്തിട്ട് അതിന്റെ കറക്റ്റ് ഒരു എക്സാക്ട് ടെമ്പറേച്ചർ എന്ത് ചെയ്യുക, അവിടെ നോട്ട് ചെയ്ത് വെക്കുക. അപ്പോൾ അവിടെ നമുക്ക് നോട്ട് ചെയ്യുമ്പോൾ കിട്ടുന്ന ടെമ്പറേച്ചർ ഞാൻ എടുക്കുന്ന പേരാണ് θ3 എന്ന് പറയും. θ3 എന്താണ്, ദാറ്റ് ഈസ് ദ ടെമ്പറേച്ചർ ഓഫ് വാട്ടർ. ഏതാണ്, ഹീറ്റിംഗ് ഇല്ലാത്ത സമയത്തുള്ള വാട്ടറിന്റെ ടെമ്പറേച്ചർ ആണ് θ3°C എന്ന് പറയുന്നത്. ഓക്കെ, ഇനി അടുത്ത സ്റ്റെപ്പ്, അടുത്താണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, ഒരു റബ്ബർ ട്യൂബ് നമ്മൾ ഇതിനകത്ത് ഇമ്മേഴ്സ് ചെയ്ത്. അപ്പോൾ ഇതിലൊരു കാര്യം ശ്രദ്ധിക്കണം, നമുക്ക് ലെങ്ത് വേണം. അപ്പോൾ ലെങ്ത് എന്ന് വെച്ച് കഴിഞ്ഞാൽ റബ്ബർ ട്യൂബിന്റെ ലെങ്ത് ആണ്, പക്ഷെ ട്യൂബിന്റെ ലെങ്ത് എന്താണ്, ടോട്ടൽ ലെങ്ത് എടുക്കുന്നത്. ഇപ്പോൾ ഫോർ എക്സാമ്പിൾ ഇപ്പോൾ തൊട്ട് മുന്നേ ഞാൻ കാണിച്ച ഫിഗറിൽ ഈ ട്യൂബ് നോക്കുക, ഇത്രയുണ്ട് കണ്ടോ, ഇത് മുതൽ ഇതറ്റം വരെ ട്യൂബ് ഉണ്ട്. പക്ഷെ നമ്മൾ ഇതിന്റെ ഫുൾ ലെങ്ത് എന്ത് ചെയ്യണ്ട, മെഷർ ചെയ്യണ്ട. ഈ വാട്ടറിൽ ഇൻമേഴ്സ് ആയിരിക്കുന്ന സെക്ഷൻ എത്രയാണോ വരുന്നത്, ഈ വാട്ടറിൽ ഇൻമേഴ്സ് ആയിരിക്കുന്ന വെച്ചാൽ ഇത് മുതൽ ഇതുവരെ മാത്രമേ എന്തുള്ളൂ, വാട്ടറിൽ ഇൻമേഴ്സ് ആയിട്ടുള്ളൂ. അപ്പോൾ ഈ ഒരു സെക്ഷന്റെ മാത്രം എന്ത് ചെയ്താൽ മതി, നമ്മൾ ലെങ്ത് മെഷർ ചെയ്താൽ മതി. മെഷർ ലെങ്ത് ഓഫ് ദ ഗിവൻ റബ്ബർ ട്യൂബ് ഈസ് കെപ്റ്റ് ഇമ്മേഴ്സ്ഡ് ഇൻ എ വാട്ടർ. അതായത് ആദ്യം എന്ത് ചെയ്യാം,
ആ എല്ല് നമ്മൾ ഫിക്സ് ചെയ്യുക. ഇപ്പോൾ 10 സെന്റിമീറ്ററിനോ 20 സെന്റിമീറ്ററിനോ ഫിക്സ് ചെയ്യുക. എന്നിട്ട് അത്രയും മെഷർ ചെയ്ത് മാർക്ക് ചെയ്ത ശേഷം എന്ത് ചെയ്യണം, അതിനെ വേണം നമ്മൾ എന്ത് ചെയ്ത് വാട്ടറിൽ ഇമ്മേഴ്സ് ചെയ്യേണ്ടത്. അപ്പോൾ കറക്റ്റ് ആ ലെങ്ത് അത്രയും എന്ത് ചെയ്യുക, വാട്ടറിൽ ഇമ്മേഴ്സ് ചെയ്തിരിക്കുക. നെക്സ്റ്റ് നമ്മൾ ചെയ്യുന്ന സ്റ്റെപ്പാണ്, അടുത്ത സ്റ്റെപ്പ് എന്തായിരിക്കും, ഇനി അവിടെ നമ്മൾ സ്റ്റീം പാസ് ചെയ്യും. ഓക്കെ, അപ്പോൾ ഇതുവഴി സ്റ്റീം പാസ് ചെയ്യും, ഇതുവഴി സ്റ്റീം എന്ത് ചെയ്യും, ഔട്ട് ആവും. അപ്പോൾ ഇതുവഴി കയറി ഇറങ്ങി പൊയ്ക്കോളൂ. അപ്പോൾ എന്ത് ചെയ്യും, ഹീറ്റ് ആയിക്കോളും. അപ്പോൾ അവിടെ നമ്മളിപ്പോൾ ഒരു സ്റ്റീം പാസ് ചെയ്യുന്നുണ്ട്. അപ്പോൾ സ്റ്റീം പാസ് ചെയ്യുന്ന സമയത്ത് എന്ത് ചെയ്യുക, ഇവിടെ ഇരിക്കുന്ന ഈ ഒരു സ്റ്റിറർ യൂസ് ചെയ്ത് എന്ത് ചെയ്യണം, നമ്മൾ നല്ലവണ്ണം ഇതിനൊന്ന് മിക്സ് ചെയ്യണം. ഒരു വാട്ടർ ഒന്ന് മിക്സ് ചെയ്യുക. കാരണം ആ ഒരു ടെമ്പറേച്ചർ ഒന്ന് എല്ലായിടത്തും എന്ത് ചെയ്യണം, എത്തണം. ആ ടെമ്പറേച്ചർ യൂണിഫോം ആവാൻ വേണ്ടി എന്ത് ചെയ്യുന്നത്, അവിടെ നമ്മൾ സ്റ്റിറർ യൂസ് ചെയ്ത് മിക്സ് ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ സ്റ്റിറർ യൂസ് ചെയ്ത് മിക്സ് ചെയ്തുകൊണ്ടിരിക്കുക. അപ്പോൾ അവിടെ നമ്മൾ സ്റ്റീം ഓഫ് ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇപ്പോൾ നമ്മൾ ഇനിഷ്യലി ആ വാട്ടറിന്റെ ടെമ്പറേച്ചർ മെഷർ ചെയ്ത് വെച്ചിട്ടുണ്ട്. ഫോർ എക്സാമ്പിൾ ഇപ്പോൾ വാട്ടറിന്റെ ടെമ്പറേച്ചർ ഒരു 30 ഡിഗ്രി സെൽഷ്യസ് ആണ്. നമ്മൾ റൂം ടെമ്പറേച്ചറിനെ കാട്ടി 1-2 ഡിഗ്രി സെൽഷ്യസ് കുറഞ്ഞാണ്ടിരിക്കുന്നത്. അപ്പോൾ അടുത്ത് നമ്മൾ ചെയ്യേണ്ടത്, സ്റ്റീം ഓൺ ചെയ്തു. സ്റ്റീം ഓൺ ചെയ്ത് ഇപ്പോൾ ഇരിക്കുന്ന θ3 എന്തിലോട്ട് മാറ്റുക, θ3 ഇനി എന്ത് ചെയ്യണം, അതിനെ ഒന്ന് 10 ഡിഗ്രി സെൽഷ്യസ് റൈസ് ചെയ്യുക. അപ്പോൾ 10 ഡിഗ്രി സെൽഷ്യസ് മീൻസ് 40 ഡിഗ്രിയിലോട്ട് എന്ത് ചെയ്യുക, ഇതിനെ റൈസ് ചെയ്യുക. അപ്പോൾ 40 ഡിഗ്രി റൈസ് ചെയ്തു. ഇനി എന്ത് ചെയ്യണം, ഇത് നമ്മൾ അവിടെ എത്ര ടൈം എടുത്താണ് ഇവിടെ ഇപ്പോൾ ഇതൊരു 10 ഡിഗ്രി സെൽഷ്യസ് റൈസ് ചെയ്ത് നോക്കണം. അതായത് ആദ്യം 30 ഡിഗ്രി സെൽഷ്യസ് ഇരുന്ന സമയത്താണ് നമ്മൾ സ്റ്റീം ഓൺ ചെയ്തത്. അപ്പോൾ സ്റ്റീം ഓൺ ചെയ്ത ടൈം തൊട്ട് എന്ത് ചെയ്യുക, അവിടെ ഒരു സ്റ്റോപ്പ് ക്ലോക്ക് കൂടി ഓൺ ചെയ്ത് വെക്കുക. അപ്പോൾ എത്ര ടൈം ആയപ്പോഴാണ് നമുക്ക് 10 ഡിഗ്രി സെൽഷ്യസ് അവിടെ റൈസ് ചെയ്ത് എന്ത് ചെയ്യാൻ പറ്റും, ഈസിലി കണ്ടുപിടിക്കാൻ പറ്റും. ഓക്കെ, അതാണ് അവിടെ ചെയ്യേണ്ടത്. അപ്പോൾ ആ റൈസിങ് നമുക്കിവിടെ കിട്ടും. അപ്പോൾ നമുക്ക് എന്ത് കിട്ടും, അവിടെ 40 ഡിഗ്രി സെൽഷ്യസ് ആണ് നമ്മൾ കൂട്ടിയത്. അപ്പോൾ അതിനുള്ള ടൈം ഇവിടെ എന്ത് ചെയ്യുക, നോട്ട് ചെയ്തെടുക്കുക. ഇനി ഇതിൽ ഓരോ കാര്യങ്ങളായിട്ട് നോക്കാം, സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് ആയിട്ട്. ദാറ്റ് ഈസ് ഇത്രയും കാര്യങ്ങളുടെ പ്രൊസീജിയർ. ഇത്രയും എഴുതി കഴിഞ്ഞാൽ നമുക്ക് എന്ത് ചെയ്യാം, ഇവിടെ നമുക്ക് ബാക്കി വാല്യൂസ് അവിടെ ഡിറ്റർമിൻ ചെയ്തെടുക്കാൻ പറ്റും. തെർമൽ കണ്ടക്ടിവിറ്റി ഓഫ് ദ റബ്ബർ എന്ത് ചെയ്യാൻ പറ്റും, ഡിറ്റർമിൻ ചെയ്യാൻ പറ്റും. കുറച്ച് കാര്യങ്ങൾ നമുക്ക് അറിയണം. അതായത് empty calorimeterന്റെ വെയിറ്റ് W1 ആണ്. ഓക്കെ, empty calorimeterന്റെ സ്പെസിഫിക് ഹീറ്റ് കപ്പാസിറ്റി ഓഫ് കലോറിമീറ്റർ. അപ്പോൾ ഒരു കലോറിമീറ്ററിന്റെ സ്പെസിഫിക് കപ്പാസിറ്റി എത്രയായിരിക്കും, അത് അവിടെ C1 ആയിരിക്കും. ഓക്കെ, C1 ആണ് സ്പെസിഫിക് കപ്പാസിറ്റി ഓഫ് ദ കലോറിമീറ്റർ. മാസ് ഓഫ് ദ വാട്ടർ നമ്മൾ കണ്ടുപിടിച്ചു. വാട്ടറിന്റെ മാസ് നമ്മൾ എന്ത് കണ്ടുപിടിച്ചു, വിച്ച് ഈസ് ഈക്വൽ ടു W ആണ് വാട്ടറിന്റെ മാസ്. അപ്പോൾ സ്പെസിഫിക് കപ്പാസിറ്റി ഓഫ് വാട്ടർ എത്രയാണ്, അത് C ആണ്. ഓക്കെ, വാട്ടറിന്റെ സ്പെസിഫിക് കപ്പാസിറ്റി ഇത് എന്തിന്റെയാണ്, കലോറിമീറ്ററിന്റെ ആണ്. ഓക്കെ, കലോറിമീറ്ററിന്റെ മാസ് W1 എന്ത് ചെയ്യാം, സ്പെസിഫിക് കപ്പാസിറ്റി C1 ആണ്. ഇനി ടെമ്പറേച്ചർ ഓഫ് ദ സ്റ്റീം. അപ്പോൾ സ്റ്റീമിന്റെ ടെമ്പറേച്ചർ മെഷർ ചെയ്യാനായിട്ട് നമ്മൾ എന്ത് ചെയ്യുന്നുണ്ട്, ഡയറക്റ്റ് ആയിട്ട് ഇവിടെ ഒരു തെർമോമീറ്റർ വെച്ച് കൊടുക്കുന്നുണ്ട്. കണ്ടോ, ഇവിടെ തെർമോമീറ്റർ ഉണ്ട്. അപ്പോൾ നമുക്കറിയാം എത്ര ഡിഗ്രി സെൽഷ്യസിലുള്ള സ്റ്റീം ആണ് ഇതുവരെ വരുന്നത്. അപ്പോൾ അതാണ് ഇവിടെ θ1 എന്ന് എടുക്കുന്നത്. ദാറ്റ് ഈസ് ദ θ1 ബി ദ ടെമ്പറേച്ചർ ഓഫ് ദ സ്റ്റീം. θ1 ആണ് ആ ഒരു ടെമ്പറേച്ചർ, സ്റ്റീമിന്റെ ടെമ്പറേച്ചർ എന്ന് പറയുന്നത്, സ്റ്റീമിന്റെ. ആൻഡ് ഇനിഷ്യൽ ടെമ്പറേച്ചർ ഓഫ് ദ കലോറിമീറ്റർ പ്ലസ് വാട്ടർ. കലോറിമീറ്ററിന്റെയും വാട്ടറിന്റെയും ഇനിഷ്യൽ ടെമ്പറേച്ചർ എന്താണ്, ഇനിഷ്യൽ ടെമ്പറേച്ചർ എന്ന് പറയുന്നത് വിച്ച് ഇസ് ഈക്വൽ ടു θ3 ആണ്. നേരത്തെ പറഞ്ഞില്ലേ, റൂം ടെമ്പറേച്ചർ നമ്മൾ എടുത്തു പറഞ്ഞു. പ്രത്യേകിച്ച് ഹീറ്റ് ഒന്നും അപ്ലൈ ചെയ്യാതെ വെറുതെ ഇരുന്ന സമയത്ത് മെഷർ ചെയ്ത ടെമ്പറേച്ചർ ആണ് θ3 എന്ന് പറയുന്നത്. ടെമ്പറേച്ചർ ഓഫ് ദ സ്റ്റീം നമ്മൾ പറഞ്ഞല്ലോ, θ1 ആണ്. ഇനിഷ്യൽ ടെമ്പറേച്ചർ പറഞ്ഞു. ഇനി ഒരു കറക്ഷൻ ടേം കൂടി നമ്മൾ എന്ത് ചെയ്യും, ഇവിടെ അപ്ലൈ ചെയ്ത് കൊടുക്കും. അവിടെ ഒരു ടെമ്പറേച്ചറിൽ വേരിയേഷൻസ് ഉണ്ടാവും. അപ്പോൾ ഈ ഒരു വേരിയേഷൻ കാണിക്കാൻ വേണ്ടി എന്ത് ചെയ്യുന്നത്, അവിടെ ഒരു കറക്ഷൻ ടേം കൂടി നമ്മൾ എന്ത് ചെയ്യുന്നത്, അവിടെ അപ്ലൈ ചെയ്യുന്നത്. അപ്പോൾ ഇവിടെ കറക്ഷൻ ടേം കൊടുക്കുന്ന സമയത്ത് നമുക്ക് ഇവിടെ കിട്ടുന്ന ടെമ്പറേച്ചർ ആണ് എന്ത്, കറക്ഷൻ ടേം കൂടി ഇൻക്ലൂഡ് ചെയ്യുന്ന സമയത്ത് കിട്ടുന്ന ടെമ്പറേച്ചർ ആണ് നമ്മൾ θ4 എന്ന് പറയുന്നത്. അപ്പോൾ ഈ കറക്ഷൻ ടേം എടുക്കാനായിട്ട് നമുക്കൊരു സ്റ്റെപ്പ് ഉണ്ട്, എങ്ങനെ കറക്ഷൻ ടേം എടുക്കാനായിട്ട്. കാരണം അവിടെ എന്ത് ചെയ്യാം, ഈ ഒരു ടെമ്പറേച്ചർ വേരിയേഷൻ ഉണ്ട്. കാരണം നമുക്ക് ആദ്യം പറഞ്ഞ ടെമ്പറേച്ചർ എത്രയായിരുന്നു, θ1 ആണ് സ്റ്റീമിന്റെ ടെമ്പറേച്ചർ. പിന്നീട് നമ്മൾ എന്ത്, റൂം ടെമ്പറേച്ചർ ഉണ്ട്. പിന്നീട് നമ്മൾ എന്ത് ചെയ്യുന്നത്, അവിടെ ഒരു സ്റ്റീം കൂടി അപ്ലൈ ചെയ്ത് കൊടുക്കുന്നത്. അപ്പോൾ സ്റ്റീം അപ്ലൈ ചെയ്യുന്ന സമയത്ത് എന്ത് ചെയ്യാം, അവിടെ ടെമ്പറേച്ചർ ഒരു വേരിയേഷൻ ഉണ്ടാവും. അപ്പോൾ ഈ ടെമ്പറേച്ചറിൽ വേരിയേഷൻ ഉണ്ടാകുന്ന സമയത്താണ് നമുക്ക് അവിടെ എന്ത് വരുന്നത്, ആ ഒരു കറക്ഷൻ ടേം കൂടി ഇൻക്ലൂഡ് ചെയ്യുന്നത്. കറക്ഷൻ ടേം ഇൻക്ലൂഡ് ചെയ്തില്ലെങ്കിൽ എന്ത് ചെയ്യും, അവിടെ ആ ഒരു ഇക്വേഷൻ നമ്മൾ ഡെറൈവ് ചെയ്ത് വരുന്ന സമയത്ത് ഇക്വേഷനിൽ എന്ത് ചെയ്യാം, അവിടെ ഒരു മിസ്റ്റേക്ക് ഉണ്ടാവും. അപ്പോൾ ആ ഒരു മിസ്റ്റേക്ക് അവിടെ ഉണ്ടാവാതിരിക്കാൻ വേണ്ടി എന്ത് ചെയ്യുന്നത്, ഈ ഒരു കറക്ഷൻ ടേം കൂടി നമ്മൾ ലാസ്റ്റ് ആയിട്ട് അതിൽ ആഡ് ചെയ്ത് കൊടുക്കുന്നത്. അപ്പോൾ കറക്ഷൻ ടേം കൊടുക്കുമ്പോൾ ഇവിടെ നമുക്ക് ആ θ4 എന്ന് പറയുന്നത് എന്താണ്, ദാറ്റ് ഈസ് ദ ടെമ്പറേച്ചർ വെൻ ദ ട്യൂബ് ഈസ് റിമൂവ്ഡ്. ആ ടെമ്പറേച്ചർ നമ്മളിപ്പോൾ റിമൂവ് ചെയ്യുമല്ലോ, നമ്മൾ ആ ഒരു ടെമ്പറേച്ചർ അല്ലെങ്കിൽ ആ സ്റ്റീം എന്ത് ചെയ്യും, ആ വാട്ടറിൽ നിന്ന് പെട്ടെന്ന് നമ്മൾ റിമൂവ് ചെയ്യും. അപ്പോൾ റിമൂവ് ചെയ്യുന്ന സമയത്ത്, സ്റ്റീം റിമൂവ് ചെയ്യുന്ന സമയത്ത് ആ വാട്ടറിലുള്ള ടെമ്പറേച്ചർ ആണ് എന്ത് ചെയ്യും, θ4 എന്ന് പറയുന്നത്. നമ്മൾ സാധാരണ പറയുന്നത് പ്രത്യേകിച്ച് പറയത്തില്ല, ഒരു കറക്ഷൻ ടേം എന്ന് എന്ത് ചെയ്യത്തുള്ളൂ, അവിടെ പറയത്തുള്ളൂ. അതാണ് θ4 എന്ന് പറയുന്നത്. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് നമുക്ക് എന്ത് കിട്ടുന്നത്, അവിടെ നിന്ന് കിട്ടുന്നത്. ഫൈനൽ കറക്ഷൻ ടെമ്പറേച്ചർ ഓഫ് വാട്ടർ ആൻഡ് കലോറിമീറ്റർ θ4.
സ്റ്റീം റിമൂവ് ചെയ്യുന്ന സമയത്ത് ആ വാട്ടറിന്റെയും കലോറിമീറ്ററിന്റെയും കൂടെയുള്ള ടെമ്പറേച്ചർ θ4 ആയിരിക്കും. ആൻഡ് ഒരു കാര്യം കൂടി നോട്ട് ചെയ്യണം, ടൈം. ഓക്കെ, ടൈം ഒരു 10 ഡിഗ്രി സെൽഷ്യസ് റൈസ് ചെയ്യാൻ വേണ്ടി വരുന്ന ടൈമാണ് എന്ത്, ടി എന്ന് പറയുന്നത്. അപ്പൊ ഇത്രയും കാര്യങ്ങളാണ് നമ്മൾ എന്ത് ചെയ്തത്, ഇപ്പോൾ നമ്മളോട് കണ്ടുപിടിച്ച് വെച്ചിട്ടുള്ളത്. ഇത്രയും വാല്യൂസ് നമ്മളോട് എടുത്തു വെച്ചിട്ടുണ്ട്. അപ്പൊ ഇത്രയും കാര്യങ്ങളൊന്ന് നോട്ട് ചെയ്തെടുക്കുക. ഇത്രയാണ് നമ്മളോട് എന്ത് ചെയ്ത് എടുത്തത്. ഇനി ഹീറ്റ് ഗെയിൻഡ് ബൈ ദ കലോറിമീറ്റർ ആൻഡ് ദ വാട്ടർ. ഇപ്പൊ നമ്മളോട് നോക്കുന്ന സമയത്ത് ഈ ഒരു കലോറിമീറ്ററും വാട്ടറും എത്രത്തോളം ഹീറ്റ് ഗെയിൻ ചെയ്ത് കണ്ടുപിടിക്കാൻ എന്തോ ഇക്വേഷൻ ഉണ്ട്, വിച്ച് ഈസ് ഈക്വൽ ടു ദറ്റ് ഈസ് ദ ഹീറ്റ് ഗെയിൻഡ് ബൈ കലോറിമീറ്റർ ആൻഡ് വാട്ടർ. കലോറിമീറ്ററും വാട്ടറും ഗെയിൻ ചെയ്ത ഹീറ്റ് ആണ്, വിച്ച് ഈസ് ഈക്വൽ ടു W1 into C1. W1 into C1 വരും ഇൻറ്റു എന്ത് വരും, θ4. ഈ ഒരു ഇക്വേഷൻ ഇങ്ങനെ പഠിക്കാം. ഈ ഒരു ഇക്വേഷൻ നമുക്ക് ഹീറ്റ് ഗെയിൻഡ് ഇക്വേഷൻ ആണ്. W1 into C1 into θ4 minus θ3 ഉണ്ട്, പ്ലസ് എന്ത് വരും, WC into θ4 minus θ3 കേട്ടോ. ഓക്കെ, ഇത് നിന്ന് എന്ത് ചെയ്യാം, അതിന് നമുക്ക് θ4ഉം θ3യും കോമൺ ഉണ്ടല്ലോ ഇവിടെ, θ4ഉം θ3 ഉണ്ട്. അപ്പോൾ നമുക്ക് ഈക്വൽ ടു W1 C1 പ്ലസ് WC into θ4 minus θ3 എടുക്കാം. കോമൺലി ഔട്ട് സൈഡ് എടുത്തു. അപ്പൊ ഇതാണ് ഇപ്പോൾ എന്ത്, ആ ഒരു കലോറിമീറ്ററും വാട്ടറും ഗെയിൻ ചെയ്ത ഹീറ്റ്. കാരണം നമ്മൾ അവിടെ കൊടുക്കുന്ന സമയത്ത് മനസ്സിലാവും, കൺസെപ്റ്റ് മനസ്സിലായെന്ന് തോന്നുന്നു. കാരണം സ്റ്റീം കൊടുക്കുമ്പോൾ മൊത്തത്തിൽ ഒരു ടെമ്പറേച്ചർ കൂടും. ടെമ്പറേച്ചർ കൂടുമ്പോൾ എന്ത് ചെയ്യും, ഈ ഒരു വാട്ടറും കലോറിമീറ്ററും എന്ത് ചെയ്യാം, ആദ്യം വാട്ടർ ഹീറ്റ് അബ്സോർബ് ചെയ്യും. ഹീറ്റ് ആ വാട്ടർ അബ്സോർബ് ചെയ്തിട്ട് അത് കലോറിമീറ്ററിൽ കൂടി സപ്ലൈ ചെയ്യും. പക്ഷെ പുറത്തോട്ട് പോകത്തില്ല. നമ്മളിപ്പോൾ അറ്റ്മോസ്ഫിയറിൽ എക്സ്പോസ് ചെയ്ത് വെച്ചിരുന്നെങ്കിൽ എന്ത് ചെയ്യും, അത് പുറത്തോട്ട് അങ്ങ് പോവുകയുള്ളൂ. നമുക്ക് എത്രത്തോളം പോയി എന്ന് അറിയാൻ പറ്റില്ല. ഓക്കെ, ഇവിടെ എന്ത് ചെയ്യും, ഇതിന്റെ ഇടയിൽ നമുക്ക് വുഡൻ ബോക്സോ അല്ലെങ്കിൽ വൂളൻ ഷീറ്റോ വെച്ച് കഴിഞ്ഞുകൊണ്ട് അത് എന്ത് ചെയ്യും, അവിടെ തന്നെ ട്രാപ്പ് ചെയ്ത് നിന്നോളും. ടെമ്പറേച്ചർ ഒരുപാട് എന്തെത്തില്ല, പെട്ടെന്ന് ഡിസിപ്പേറ്റ് ചെയ്ത് പോകത്തില്ല. ഇനി നമുക്ക് കണ്ടുപിടിക്കേണ്ടത് എത്രത്തോളം ഹീറ്റ് ആണ് ഈ ഒരു റബ്ബർ ട്യൂബിൽ നിന്ന് പുറത്തോട്ട് വന്നത്. ഓക്കെ, റബ്ബർ ട്യൂബിൽ നിന്ന് പുറത്തോട്ട് വന്നത് എത്രയും നമുക്ക് ഡിറ്റർമിൻ ചെയ്യണം, മറ്റേ ടി ടൈമിൽ. അപ്പൊ അതിന്റെ ഇക്വേഷൻ എന്താണ്, അതിന് ഇക്വേഷൻ ആണ് ക്യൂവിന്റെ ഇക്വേഷൻ എടുത്താൽ മതി. ക്യൂ ഈസ് ഈക്വൽ ടു, ഇപ്പൊ നമ്മൾ കണ്ടുപിടിച്ച ഇക്വേഷൻ ഉണ്ടല്ലോ, അതായത് എത്രത്തോളമാണ് ആ ഒരു കലോറിമീറ്ററിന് വാട്ടറിന് കിട്ടിയത്. അപ്പൊ ഇവിടെ നിന്ന് എത്രത്തോളം പുറത്തു പോയോ അത്രയും എന്ത് ചെയ്തു, ഈ വാട്ടറും കലോറിമീറ്ററും ഗെയിൻ ചെയ്തു. അതാണ് അവിടുത്തെ മീനിങ് എന്ന് പറയുന്നത്. പുറത്ത് പോകുന്ന മൊത്തം എന്ത് വാട്ടർ അബ്സോർബ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഇപ്പോൾ എയറിലാണ് നമ്മൾ വെച്ച് നമുക്ക് പെട്ടെന്ന് ഡിറ്റർമിൻ ചെയ്യാൻ പറ്റില്ലായിരുന്നു. ഇപ്പൊ നമ്മൾ വാട്ടറിൽ വെച്ചുകൊണ്ട് എന്ത് ചെയ്യാം, അവിടുത്തെ ടെമ്പറേച്ചർ നോക്കിയിട്ട് എത്രയാണ് അവിടെ അബ്സോർബ് ചെയ്ത് എന്ത് ചെയ്യാൻ പറ്റും, നമുക്ക് ഡിറ്റർമിൻ ചെയ്യാൻ പറ്റും. അപ്പൊ അങ്ങനെ ക്യൂവിന്റെ ഇക്വേഷൻ എന്തായിട്ടുണ്ട്, ക്യൂവിന്റെ ഇക്വേഷൻ അവിടെ ഇപ്പോൾ നമ്മൾ ഈ കണ്ടുപിടിച്ച ഇക്വേഷൻ ഉണ്ടല്ലോ, ദാറ്റ് ഈസ് ω1 C1 എന്ന് പറയുന്ന ഇക്വേഷൻ. അപ്പൊ അതിലോട്ട് എന്ത് ചെയ്യുക, സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുവാണ്. ദാറ്റ് ഈസ് ω1 C1 പ്ലസ് W1 C1 പ്ലസ് WC ഇൻറ്റു എന്ത് വരും, θ4 മൈനസ് θ3 എന്ന് കിട്ടും. ഓക്കെ, അപ്പോൾ ഇതിനകത്ത് സ്റ്റെപ്പ് എന്ന് പറഞ്ഞാൽ ഡിവൈഡ് ബൈ എന്തുണ്ട്, ടി ഉണ്ട്. ഓക്കെ, ടൈം വെച്ച് നമ്മൾ ഡിവൈഡ് ചെയ്യും. അപ്പൊ ഇനി കെക്ക് ഒരു ഇക്വേഷൻ ഉണ്ട്. കെയുടെ ഇക്വേഷനിൽ നമ്മൾ തൊട്ട് മുന്നേ പഠിച്ച ഇക്വേഷൻ. അപ്പോൾ കെയുടെ ഇക്വേഷൻ എന്താ പറഞ്ഞത്, കെ ഈസ് ഈക്വൽ ടു ക്യൂ ഇൻറ്റു 2.303 ലോഗ് ബേസ് 10 R2 by R1. Okay, R2 by R1 divided by 2 pi L into θ1 minus θ2. അപ്പോൾ ഇതാണ് നമ്മൾ നേരത്തെ കണ്ടുപിടിച്ച ഇക്വേഷൻ. അപ്പോൾ ഇതിൽ നമുക്ക് എന്ത് ചെയ്യാം, ക്യൂവിന്റെ ഇക്വേഷൻ കൂടി എന്ത് ചെയ്യുക, സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. അപ്പോൾ ക്യൂവിന്റെ ഇക്വേഷൻ നമ്മളിവിടെ എഴുതി വെച്ചിട്ടുണ്ട്. ക്യൂവിന്റെ ഇക്വേഷൻ എന്താണ്, Q is equal to W1 C1 plus WC into θ4 minus θ3 divided by 3 divided by T എന്ന് കിട്ടും. ഓക്കെ, ഇനി എന്ത് ചെയ്യുക, ഈ ഒരു ഇക്വേഷൻ കൂടി അവിടെ ഒന്ന് അപ്ലൈ ചെയ്ത് കൊടുക്കുക. ഇതിൽ തന്നെ ഇത് നമുക്കിപ്പോൾ θ2ന്റെ ഒരു ഇക്വേഷൻ ഉണ്ട്. ഈ എയുടെ വാല്യൂ നോക്കിക്കഴിഞ്ഞാൽ θ2ന്റെ ഒരു ഇക്വേഷൻ ഉണ്ട്. θ2ന്റെ ഒരു വാല്യൂ ഉണ്ട്, ടെമ്പറേച്ചർ ആണ്. അപ്പൊ ഈ ടെമ്പറേച്ചർ എന്ന് വെച്ചാൽ എന്താണ്, θ2 is the temperature of the outer surface of the tube. അപ്പൊ ട്യൂബിന്റെ ഔട്ടർ സർഫസിലെ ടെമ്പറേച്ചർ ആണ് എന്ത്, ഈ θ2 എന്ന് പറയുന്നത്. നമ്മൾ നേരത്തെ വാല്യൂസിൽ എടുത്തല്ലോ, നേരത്തെ ആ ഒരു റേഡിയൽ ഫ്ലോ പറഞ്ഞപ്പോൾ ട്യൂബിന്റെ കേസ് എക്സ്പ്ലെയിൻ ചെയ്ത സമയത്ത് ഞാൻ പറഞ്ഞത്, ഇവിടെ ഒരു കേസ് നേരത്തെ ഫിഗർ ഉണ്ടായിരുന്നു. ആ ഒരു ഫിഗറിൽ റേഡിയൽ ഫ്ലോ പറഞ്ഞ സമയത്ത് അവിടെ θ1 θ2 പറഞ്ഞു. അതാണ് പ്രത്യേകിച്ച് ഇവിടെ എടുത്ത് പറയാത്തത്. അപ്പോൾ θ2 എന്ന് പറയുന്നത് എന്താണ്, ഇറ്റ് ഈസ് ദ ഔട്ടർ സർഫസ് ഓഫ് ദ ട്യൂബ്, ടെമ്പറേച്ചർ ഓഫ് ദ ഔട്ടർ സർഫസ് ഓഫ് ദ ട്യൂബ് ആണ്. ദെൻ അപ്പോൾ അവിടെ എന്ത് കിട്ടും, അപ്പോൾ ആ ഒരു വാല്യൂവിനെ ഡ്യൂറിംഗ് ദ എക്സ്പെരിമെന്റ് ദ ഇനിഷ്യൽ ടെമ്പറേച്ചർ ഓഫ് ദ സർഫസ് ഈസ് θ3 ആൻഡ് ദ ഫൈനൽ ടെമ്പറേച്ചർ ഈസ് θ4. അപ്പോൾ ഇനിഷ്യൽ ടെമ്പറേച്ചർ നമ്മൾ എന്ത് എടുക്കുന്നുണ്ട്, ഇനിഷ്യൽ ടെമ്പറേച്ചറിനെ θ3 എന്നും എക്സ്പെരിമെന്റ് തുടങ്ങുന്നതിന് മുന്നേ, ഹീറ്റ് കൊടുക്കുന്നതിന് മുമ്പ്, സ്റ്റീം അപ്ലൈ ചെയ്യുന്നതിന് തൊട്ട് മുന്നേ
അത് ഞാൻ θ3 എന്ന് എടുക്കുന്നുണ്ട്, ഫൈനൽ ടെമ്പറേച്ചറിന് θ4 എന്ന് എടുക്കും. അപ്പൊ ഇനി ആ θ2ന്റെ വാല്യൂ എന്ത് ചെയ്താൽ മതി? θ2ന്റെ വാല്യൂ, ഇവിടെ കിടക്കുന്ന ഈ θ2ന്റെ വാല്യൂ നമുക്ക് എന്ത് കൊടുക്കാം? അതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിന്റെ ആവറേജ് ആയിരിക്കും, ഇനിഷ്യലിന്റെയും ഫൈനലിന്റെയും ആവറേജ് ആയിരിക്കും എന്ത്? θ2 എന്ന് പറയുന്നത്, that is θ3 plus θ4 divided by എന്ത് കിട്ടും? 2 എന്ന് കിട്ടും. ഇനി ഇത്രയും വാല്യൂസിനെ എന്ത് ചെയ്യുക? ഇത്രയും വാല്യൂസിനെ ഒന്ന് നമ്മുടെ ഈ ഒരു ഇക്വേഷനിലോട്ട് അപ്ലൈ ചെയ്ത് കൊടുത്താൽ മതി. എന്ത് കിട്ടും? നമുക്കിവിടെ കെയുടെ വാല്യൂ കിട്ടും. k is equal to എന്ത് ചെയ്യണം? ഈ ക്യൂവിന്റെ വാല്യൂ എടുക്കണം. ക്യൂവിന്റെ വാല്യൂ W1 C1 plus WC into θ4 minus θ3 divided by 3. ബാക്കി എന്തുണ്ട്? ബാക്കി into 2.303 log base 10 R2 by R1. ഈ R1 R2 ഒക്കെ അറിയായിരിക്കും, കാരണം നമുക്ക് എന്താണ് ആ യൂസ് ചെയ്യുന്ന ട്യൂബിന്റെ റേഡിയസ് ആണ്, ഇന്നർ റേഡിയസ് ഔട്ടർ റേഡിയസ്. അപ്പോൾ നേരത്തെ ഞാൻ പറഞ്ഞ ആ ഒരു ഡെറിവേഷൻ ഉണ്ടല്ലോ, തൊട്ട് മുന്നേ പറഞ്ഞ റേഡിയൽ ഫ്ലോയുടെ കേസ്, അപ്പൊ അതും കൂടി കമ്പയർ ചെയ്തുകൊണ്ട് എന്ത് ചെയ്യേണ്ടത്? ഇത് പഠിക്കേണ്ടത്, കാരണം അതിന്റെ തിയറി മൊത്തം കിടക്കുന്നത് അവിടെയാണ്. ആ റേഡിയൽ ഇക്വേഷനാണ് എന്ത് കിടക്കുന്നത്? തിയറി മൊത്തം കിടക്കുന്നത്. ഇതിപ്പോ എക്സ്റ്റേണൽ സെറ്റപ്പ് മാത്രമേ എന്ത് ചെയ്യുന്നുള്ളൂ ഇവിടെ പറയുന്നുള്ളൂ. അപ്പൊ ഈ R1 R2 ഒക്കെ എന്താണെന്ന് അവിടെ പറയുന്നുണ്ട് ക്ലിയർ ആയിട്ട്. അപ്പൊ അതൊരു കമ്പയർ ചെയ്ത് എന്ത് ചെയ്യുക? പഠിക്കുക. ഡിവൈഡ് ബൈ എന്ത് കിട്ടും? ബൈ 2 pi L into θ1 മൈനസ് ബാക്കി ഈ വാല്യൂ കൊടുക്കണം കേട്ടോ. θ2ന്റെ സ്ഥാനത്ത് ഈ ഒരു വാല്യൂ കൊടുക്കുക. അപ്പോൾ റീസൺ മനസ്സിലായി, ഇനിഷ്യൽ വാല്യൂ പ്ലസ് ഫൈനൽ വാല്യൂ ഡിവൈഡഡ് ബൈ 2, അതിന്റെ ആവറേജ്. ഇതാണ് ഇപ്പോൾ തെർമൽ കണ്ടക്ടിവിറ്റി, നമ്മളോട് യൂസ് ചെയ്യുന്ന റബ്ബറിന്റെ തെർമൽ കണ്ടക്ടിവിറ്റി കണ്ടുപിടിക്കേണ്ട ഇക്വേഷൻ. ഇപ്പോൾ റബ്ബർ യൂസ് ചെയ്യുന്ന റബ്ബറിനെ കണ്ടുപിടിക്കാം, ഇല്ല നമ്മളിവിടെ കോപ്പർ ആണ് യൂസ് ചെയ്യുന്നത് കോപ്പറിനെ കണ്ടുപിടിക്കാം. ഏത് ട്യൂബ് ആണ് യൂസ് ചെയ്യുന്നത് ചെയ്യാൻ പറ്റും, ആ ട്യൂബിൽ തെർമൽ കണ്ടക്ടിവിറ്റി ഈ ഒരു മെറ്റീരിയൽ യൂസ് ചെയ്യാൻ പറ്റും, മെത്തേഡ് യൂസ് ചെയ്ത് കണ്ടുപിടിക്കാൻ പറ്റും. ഇതിൽ L എന്ന് പറയുന്ന റബ്ബർ ട്യൂബ് ഇൻസൈഡ് ദ വാട്ടർ ആയിരിക്കണം, അതാണ് ശ്രദ്ധിക്കേണ്ടത്. നമ്മൾ ഇൻവേഴ്സ് ചെയ്യുന്ന ലെങ്ത് മാത്രമേ എന്ത് ചെയ്യത്തുള്ളൂ ഇവിടെ എടുക്കാവൂ. അപ്പോൾ എത്രയാണ് ഇൻവേഴ്സ് ചെയ്യുന്നത് അത്രയും മാത്രമേ എന്ത് ചെയ്യാവൂ ലെങ്ത് ആയിട്ട് മെഷർ ചെയ്തെടുക്കാവൂ. മറ്റൊരു കാര്യം പറയേണ്ടത്, ഇതിന്റെ R1 R2 നമുക്ക് എന്ത് ചെയ്യാം? ട്രാവലിംഗ് മൈക്രോസ്കോപ്പ് യൂസ് ചെയ്ത് എന്ത് ചെയ്യാൻ പറ്റും? ഡിറ്റർമിൻ ചെയ്യാൻ പറ്റും. R1ന്റെയും R2ന്റെയും വാല്യൂ നമ്മൾ എന്ത് ചെയ്യും? ട്രാവലിംഗ് മൈക്രോസ്കോപ്പ് യൂസ് ചെയ്തായിരിക്കും ഡിറ്റർമിൻ ചെയ്യുന്നത്. ഓക്കെ, അപ്പൊ ഇത്രയും അറിയാമെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം? കെയുടെ വാല്യൂ കണ്ടുപിടിക്കാൻ പറ്റും. അപ്പൊ ഇത്രയുമാണ് നമുക്ക് എക്സ്പെരിമെന്റ് ടു ഫൈൻഡ് ദ തെർമൽ കണ്ടക്ടിവിറ്റി ഓഫ് റബ്ബറിൽ ഡിസ്കസ് ചെയ്യേണ്ടത്.